നമസ്കാരം. എല്ലാവർക്കും ഹൃദ്യമായ വനിതാ ദിന ആശംസകൾ. ഒരുപാട് സന്തോഷമുണ്ട് സ്ത്രീത്വത്തെ ആഘോഷിക്കുന്ന ഈ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഗംഭീരമായിട്ട് ഒത്തുകൂടാൻ സാധിച്ചതിൽ. ഇൻവെസ്റ്റ് ഇൻ എവറി വുമൺ എന്നുള്ളതാണ് ഇത്തവണത്തെ വിമൻസ് ഡേയുടെ മോട്ടോ എന്ന് പറയുന്നത്. ഇക്വാലിറ്റി, പ്രോഗ്രസ്, ഇൻക്ലൂഷൻ, എല്ലാ തരത്തിലും സമത്വത്തോടുകൂടി സ്ത്രീകൾ എല്ലാ മേഖലകളിലും ഉൾക്കൊള്ളിക്കുക, ഒന്നിച്ചു നിൽക്കുക, മുന്നേറാൻ സാധിക്കുക. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നു രാജഗിരിയിലെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ നമ്മളിവിടെ എത്തിയിരിക്കുന്ന എല്ലാ സ്ത്രീകളും തന്നെ നമ്മുടെ പ്രവൃത്തി മേഖലകളിൽ വളരെ സുശക്തമായിട്ട് ഇൻഡിവിജ്വലായിട്ട് പ്രവർത്തിക്കുന്നവരാണ്, വിജയിച്ചിട്ടുള്ളവരാണ്, ജീവിതത്തെ ധൈര്യത്തോടെ മുന്നേറുന്നവരാണ്, പലർക്കും ജീവിതത്തിൽ മാതൃകയായി പെരുമാറുന്നവരാണ്. അപ്പം അത്തരം സ്ത്രീകൾ ഒത്തുകൂടുന്ന ഈ ഒരു വേദിയിൽ തീർച്ചയായിട്ടും നമ്മളൊരു മുഖ്യ അതിഥികളിലേക്ക് എത്തുമ്പോൾ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന ആളുകൾ തന്നെ എത്തിച്ചേരണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനിയായ ഷീലാമ്മ ഉൾപ്പെടെ, ഷീലാമ്മ അത്രമേൽ സ്നേഹത്തോടെ മീന ചേച്ചി ആൻഡ് പ്രിയപ്പെട്ട അനശ്വര, 3 കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വെള്ളിത്തിരയിലും അതേപോലെ തന്നെ പേഴ്സണൽ ലൈഫിലും കൃത്യമായ അഭിപ്രായങ്ങൾ പറയുന്ന ശക്തമായ ഭാഷയുള്ള ഇന്നത്തെ കാലത്തെ സ്ത്രീകൾ എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന 3 മുഖങ്ങളെ നമുക്കൊപ്പം കിട്ടിയതിൽ നമുക്ക് സന്തോഷമുണ്ട്. നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ്. ഈ ഒരു ആഘോഷത്തിൽ അവരെത്തിച്ചേർന്നതിലുള്ള സന്തോഷം അറിയിക്കുകയാണ്. ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ട് നമുക്കൊപ്പം ഉള്ളത് ജയൻ ചേട്ടനാണ്. അതേപോലെ തന്നെ സ്വാഗതം ആശംസിക്കുന്നത് ബാബു ചേട്ടനാണ്. ആശംസകൾ പറയാൻ ഷാജോൻ ചേട്ടൻ, ഉണ്ണിച്ചേട്ടനൊക്കെ ജോയിൻ ചെയ്യും. മറ്റൊരു പ്രത്യേകത, ഇന്ന് നമ്മൾ യൂഷ്വലി എന്നും ഈ ഒരു പോഡിയത്തിൻ്റെ മുമ്പിൽ എന്നെയാണ് കാണാറ്, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഒക്കെയാണ് കാണാറ്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. ഓഫീസുകളിൽ പല ചർച്ചകളും ഒക്കെ ആയിട്ട് മിക്ക ദിവസങ്ങളും ഒത്തുകൂടുമ്പോൾ ഒരു തീരുമാനം, ഒരു ആശയം മുമ്പോട്ട് വന്നു. വിമൻസ് ഡേ ആണ്, ലെറ്റ്സ് മെൻ സെലിബ്രേറ്റ് ദ വിമൻഹുഡ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നതും കംപ്ലീറ്റ് ഓൺ സ്റ്റേജ് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതും എല്ലാം നമ്മുടെ ഇവിടുത്തെ പുരുഷ സുഹൃത്തുക്കളാണ്. അമ്മയിലെ മെയിൽ മെമ്പേഴ്സാണ് ഇനി ഈ സ്റ്റേജ് ഏറ്റെടുക്കാൻ പോകുന്നത്. അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ആ ഒരു ഇനിഷ്യേറ്റീവിനും ആ ഒരു സപ്പോർട്ടിനും. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അസ്. നമ്മൾ ഒന്നിച്ച് ഇനിയും മുന്നേറണം. ഇതേപോലെ തന്നെ ഒരു കുടുംബമായിട്ട് ഈക്വലായിട്ട് പ്രോഗ്രസീവായിട്ട് ഇൻക്ലൂസീവായിട്ട് നമുക്ക് മുമ്പേറാനായിട്ട് സാധിക്കട്ടെ. വേദിയിലും സദസ്സിലും ഒക്കെയുള്ള ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും, നമ്മുടെ സ്പോൺസേഴ്സായിട്ടുള്ള രാജഗിരി, അതേപോലെ എയർ ആൻലൂംസ്, നമ്മുടെ ഇവൻറ്റ് നവീൻ്റെ, അതുപോലെ സാറ്റർ എന്നുള്ള എല്ലാവരെയും ഈ ഒരു ചടങ്ങിൽ എല്ലാവരോടും നമസ്കാരം പറയുന്നു. അതുപോലെ ഒരുപാട് സന്തോഷം ഈ ഒരു ചടങ്ങിന് ആങ്കറായിട്ട്, അവതാരകനായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചില്ല. കാരണം എപ്പോഴും ഇതിൻ്റെ ബാക്ക് എൻഡിലായിരിക്കും നിൽക്കുക. ഇവരെല്ലാവരും ആയിരിക്കും, നമ്മുടെ സ്ത്രീ ജനങ്ങളാണ് എപ്പോഴും ഈ ഒരു പോഡിയത്തിൻ്റെ ചുറ്റുമുണ്ടാവുക. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഒരു അവതാരകൻ എന്ന നിലയിൽ നിൽക്കുന്നത്. അതിൻ്റെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ആദ്യം ക്ഷമിക്കുക. നമ്മൾ വനിതാ ദിനം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും, നമ്മുടെ വനിതകളായിട്ടുള്ള അമ്മമാർക്കും സഹോദരിമാർക്കും നമ്മളുടെ എല്ലാ വനിതകൾക്കും ആഘോഷിക്കാനുള്ളൊരു ദിവസമാണ് അല്ലേ. നമ്മളിപ്പോൾ ഈ വനിതാ ദിനം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ത്രീകളുടെ മുന്നേറ്റത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ സഹനശക്തിയുടെയൊക്കെ ഒരു ദിനമായിട്ടാണ് വനിതാ ദിനം കൊണ്ടാടുന്നതും. അത് പണ്ട് തൊട്ടേ അവർക്ക് വേണ്ടി പോരാട്ടം തുടങ്ങിയ ഒരു ദിനമായിട്ടാണ് നമ്മൾ വനിതാ ദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ശക്തിയും ഇക്വാലിറ്റിയാണ് വേണ്ടത്. എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമുക്ക് സംഭരണമല്ല സ്ത്രീകൾക്ക് വേണ്ടത്, ഇക്വാലിറ്റിയാണ്. ഇക്വാലിറ്റിയിൽ ഒരിക്കലും സംഭരണം ആവശ്യമില്ലാത്ത കാര്യമാണ് അല്ലേ. ആ തരത്തിലായിരിക്കണം നമ്മുടെ സ്ത്രീജനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരേണ്ടത്. നമ്മളിപ്പം ഈ ഒരു അമ്മയിലാണെങ്കിലും ഏറ്റവും വലിയ ശക്തി നമ്മളുടെ വനിതകൾ തന്നെയാണ്. അപ്പം ആ ശക്തി നമ്മളോടൊപ്പം എന്നും ഉണ്ടാവും. ആ ധൈര്യമാണ് നമുക്ക് പ്രവർത്തിക്കാനുള്ള, മുന്നോട്ടുള്ള എല്ലാ ധൈര്യവും, മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ ധൈര്യം തരുന്നത് നമ്മളുടെ അമ്മമാരും നമ്മളുടെ സ്ത്രീജനങ്ങളാണ്. അപ്പം ഈ ഒരു വനിതാ ദിനം വീണ്ടും നല്ല ദിനങ്ങളായി, നല്ല രീതിയിൽ ഒരുപാട് ഉയർച്ചകളിലേക്ക് നമ്മുടെ വനിതകൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പം ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ബാബുചേട്ടനെ ക്ഷണിക്കുകയാണ്. ഇതൊരു രസകരമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇന്നലെ ഈ ആശയം ഇവിടെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞങ്ങളെല്ലാവരും പരസ്പരം ഇതെന്താണ് ഇവർ പറയുന്നത്, ആണുങ്ങൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്ത ജോലി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരി സമ്മതിച്ചു. അതിനുശേഷം വൈകിട്ടായപ്പോൾ ഇവർ പറഞ്ഞ് മുണ്ടുടുക്കണം, ഇവർ മുണ്ടാക്കി എല്ലാവരും. ഇന്ന് പല ആൾക്കാരും വന്നവരുടെ പാൻറ് ഊരി മാറിയിട്ട് മുണ്ടെടുത്ത ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ വേറൊരു ലെവലാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. കാരണം നമുക്ക് ഈ ലോക വനിതാ ദിനം അമ്മ ആഘോഷിക്കുന്നതിന് ആദ്യമായിട്ട് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
അതിൻ്റെ നമ്മുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ വനിതകൾ, ഇവർ കാഴ്ചയിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭയങ്കര സ്ട്രോങ് ആണ് ഇവർ ആരെയും പിടിച്ചു കെട്ടാൻ ശക്തിയുള്ളവരാണ് നമ്മുടെ ഇപ്പോൾ ഈ കമ്മിറ്റിയിലുള്ള വനിതകൾ. അതുതന്നെയല്ല നമ്മുടെ അംഗങ്ങളായാലും കുക്കുമൊക്കെ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്, ആരും മോശക്കാരല്ല ഇവിടെ. എന്തായാലും നമുക്ക് ചീഫ് ഗസ്റ്റായിട്ട് കിട്ടിയത്, അല്ലെങ്കിൽ നമ്മൾ വളരെ എന്താ പറയുക, നമ്മളൊക്കെ സിനിമ കാണുന്ന കാലത്ത് നമ്മൾ വെള്ളിത്തിരയിൽ ഏറ്റവും അധികം ആസ്വദിച്ച് കണ്ട ഷീലാമ്മയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനും ഷീലാമ്മയുമായിട്ട് ഞാൻ 3 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും ഉത്സാഹ കമ്മിറ്റി എന്നുള്ള സിനിമയിൽ ഷാജോണും ഞാനും ഷീലാമ്മയും ജയറാമൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ഷീലാമ്മയായിട്ട് വളരെ അങ്ങോട്ട് അടുക്കുന്നത്. കാരണം ഷീലാമ്മ ഒരു ദിവസം ജയറാമൻ, എൻ്റെ പരിപാടി അവിടെ ഷൂട്ടിങ് കഴിഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞു വിടും, നമുക്ക് കുക്കിംഗ് ആണല്ലോ മെയിൻ പരിപാടി. അപ്പോൾ അന്ന് കുക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഷീലാമ്മൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കിടന്ന് കുശു എന്ന് പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഷീലാമ്മ നല്ല ചാള വാങ്ങിച്ചിട്ട് അത് വറക്കാനും കപ്പ ഉലത്താനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞു ഷീലാമ്മ, പക്ഷേ അയ്യോ ഞാൻ കഴിച്ചിട്ടില്ല ബാബു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഒന്ന് കഴിച്ചു നോക്കണം. അയ്യോ വേണ്ട, മീൻ എനിക്ക് പറ്റില്ല. എന്ത് മീനാ? അയ്യോ ഇനി മണം ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി കുക്ക് ചെയ്യുന്നത് അവിടുത്തെ ഒരു വലിയൊരു നായർ തറവാട് പോലത്തെ ഒരു തറവാട്ടിലാണ്, അതിൻ്റെ ഒരു അകത്താണ് കുക്ക് ചെയ്യുന്നത്. ഷീലാമ്മനെ നമ്മൾ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നു. അപ്പം ഷീലാമ്മയ്ക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ടുള്ള മീനൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വാഴയിലയിൽ പൊതിഞ്ഞ് അതിനകത്ത് മസാലയൊക്കെ ഇട്ട് നല്ല രീതിയിൽ വെച്ച് കൊടുത്തു, കപ്പയും കൊടുത്തു. കഴിച്ച് കഴിഞ്ഞിട്ട് ഷീലാമ്മ പറഞ്ഞു, എടോ ഇത് കൊള്ളാലോ ഈ സാധനം. അപ്പോൾ പണ്ടൊക്കെ ഇവരുടെയൊക്കെ കാലത്ത് കപ്പയും മീനെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ ഭക്ഷണമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി അതൊക്കെ മാറി, ഇപ്പോൾ ചാളക്കൊക്കെ വില കൂടി 100-150 രൂപ വരെയായി കിലോത്തിന്. ആ ഒരു സ്നേഹം ഒരു പ്രാവശ്യം ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഷീലാമ്മ അവിടെ നിന്ന് ഓടി വരുവാണ്, എടോ തന്നെ ഞാൻ മറക്കില്ല, താനല്ലേ എനിക്കന്ന് മീനും ചാളയൊക്കെ വെച്ച് തന്നത്. ആ സ്നേഹത്തിൻ്റെ പുറത്ത് ഞാൻ ഈ പ്രാവശ്യം ഷീലാമ്മയോട് പറഞ്ഞപ്പോൾ ഷീലാമ്മ അറിയാമല്ലോ, തൻ്റേതായ ലോകത്ത് പോയ്സ് ഗാർഡനിൽ നമ്മുടെ മുഖ്യമന്ത്രി ജയലളിത മാഡം താമസിച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഗംഭീരമായിട്ടൊരു വീടൊക്കെ കാണേണ്ടതാണ് നമ്മൾ. ഒരു 5 നിലയുള്ള കെട്ടിടത്തിൽ 1 നില ഓഫീസ്, 1 നില ഷീലാമ്മ പണ്ട് ഉപയോഗിച്ച ഡ്രസ്സുകൾ, അതിൻ്റെ മുകളിൽ ഷീലാമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നു, അതിൻ്റെ മേലെ മകൻ താമസിക്കുന്നു. അങ്ങനെ അങ്ങ് രാജകുമാരി പോലെ ജീവിക്കുന്ന ആളാണ്. ഇത് നമ്മൾ നിർബന്ധിച്ച് വിളിച്ചതുകൊണ്ട് മാത്രം വന്നതാണ്. എന്നിട്ടും ചോദിച്ചു, എടോ മമ്മൂക്ക ആ സമയത്ത് ഉണ്ടാവുമോ, ലാലേട്ടൻ ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞു എല്ലാവരും വരും ചേച്ചി, പക്ഷേ ഈ ഒരു സമയത്തല്ല, ഈ വനിതാ ദിനമായതുകൊണ്ട് അവർ തന്നെ സംഘടിപ്പിക്കട്ടെ എന്നാണ് എല്ലാവരും. ഇപ്പോൾ സുരേഷ് ഏട്ടനും അത് തന്നെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും അതിനുള്ളിൽ നമ്മൾ എത്തും. അതോടൊപ്പമാണ് എനിക്ക് ഒരുമിച്ച് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടില്ല. മീന, നമുക്കറിയാം തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം എന്ന് വേണ്ട എല്ലാ ഇൻഡസ്ട്രിയിലും ഇങ്ങനെ അടുത്തൊരു കാലഘട്ടത്തെ പ്രതിദാനം ചെയ്യുകയാണ് അല്ലേ. ഷീലാമ്മ വേറൊരു കാലഘട്ടം, ഇത് വേറൊരു കാലഘട്ടം. അതിൻ്റെ ഇടയിൽ പലരും നമ്മൾ മിസ് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ മീന ഇപ്പം നമുക്ക് അവസാനം അതുപോലെ തന്നെ ഈ അൻസിബിയും മീനയും കൂടി അനുഭവിച്ച് 2 പേരും ഇരിക്കുന്നു അല്ലേ, മകളും അമ്മയും. ദൃശ്യം 2 ദൃശ്യം 3 വരാൻ പോകുന്നു. അപ്പോൾ അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ മീന മേഡത്തിനെ കിട്ടിയതിൽ നമുക്ക് വളരെ സന്തോഷം. പിന്നെ നമുക്കുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഇത്തിരി ഉള്ളുവെങ്കിലും ഇപ്പോഴത്തെ നമ്മുടെ ഹൃദയത്തുടിപ്പ് ആൾക്കാരുടെ എല്ലാം അനശ്വര രാജൻ. അനശ്വരയെ നമുക്കിതിനകത്തേക്ക് കിട്ടിയത്, അനശ്വരയൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയുടെ പ്രതിദാനം ചെയ്യുന്നത്. ഞങ്ങളിപ്പോൾ ഹൈദരാബാദിൽ വെച്ചിട്ട് ഞാൻ കാലത്തെ ഷൂട്ടിന് പോകുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് 6:30 മണിക്ക് തുടങ്ങുമ്പോൾ ഞങ്ങൾ 2 പേരേ ഉണ്ടാവുള്ളൂ. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഷൂട്ടിന് പോകണം. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അവരെന്നെ നോക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായില്ല. 2ാമത്തെ ദിവസം ഇതുപോലെ ഞാൻ വന്നു, എന്നെ എങ്ങനെ നോക്കുന്നു, ഞാനൊന്ന് നോക്കുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കാണുകയാണ്. അത് രാത്രി ഷൂട്ട് ചെയ്തിട്ട് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങും. ഞാൻ കാലത്തെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകും. അങ്ങനെ ഒരാഴ്ച ഞങ്ങളവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അനശ്വരയും നമുക്ക് കിട്ടി. അങ്ങനെ 3 കാലഘട്ടം, 3 തലമുറ. ഇന്ന് ഞാനെന്താണ് ചോദിക്കാറുണ്ട്, മോളെ നമ്മുടെ നയൻതാര ഏറ്റവും കുട്ടി നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ചോദിക്കാറുണ്ട് നിങ്ങൾ തമ്മിൽ ആരാണ്? അപ്പോൾ 2 പേർക്കും ഒരേ പ്രായമാണ്, ഏകദേശം 21-22 വയസ്സ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ മുതൽ ബിന്ദു ചേച്ചിനെ പോലെയുള്ള സീനിയറായിട്ടുള്ള ചേർത്തല എഴുതി ചേച്ചിയെ പോലെ സ്വപ്ന എല്ലാവരും നമുക്കിവിടെ പങ്കെടുപ്പിക്കാൻ പറ്റിയതിലുള്ള സന്തോഷം. പിന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നിവിടെ നടത്താൻ പോകുന്ന നമുക്കറിയാം പലതും പല ലേറ്റ് സ്റ്റേജിലാണ് നമ്മൾ ഓരോ അസുഖങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ രാജകീയമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മളിവിടെ എല്ലാവർക്കും, ഞാൻ വിളിച്ച പലരും വരാത്തതെന്ന് പറയുമ്പോൾ പേടിച്ചിട്ടാണ്. ഞാൻ ഉഷേനെ വിളിച്ചപ്പോൾ ആലപ്പുഴ ഉഷ പറഞ്ഞു ഞാൻ വരില്ല, എനിക്ക് പേടിയാണെന്ന് ചെക്ക് ചെയ്യാൻ.
അങ്ങനെയാണ് അവസ്ഥ. എന്നിട്ട് അവസാന സ്റ്റേജിലാണ് നമ്മൾ ഇവരെയൊക്കെ എടുത്തുകൊണ്ട് ഓടേണ്ട ഗതി വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ രാജകീയമായിട്ട് സഹകരിച്ചിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ട്രീറ്റ്മെൻറ്റിനുള്ള ചികിത്സ പദ്ധതിയും നമ്മളിവിടെ തുടക്കം വയ്ക്കുകയാണ്. ഒന്നത്. രണ്ടാമത്, പിന്നെ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാനായിട്ട് വേണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ AR ഹാൻഡ്ലൂം ഇവിടെ വന്നിട്ടുണ്ട്. അവർ നിങ്ങൾക്കുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തരുന്നതാണ്, നമ്മളോട് കൂടി എപ്പോഴും സഹകരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ഒരിക്കലും കൈവിടാത്ത മൈജിയും അതുപോലെ ഈ പ്രാവശ്യമുണ്ട് നമ്മുടെ കൂടെ നമുക്കുള്ള സമ്മാനങ്ങളൊക്കെ തരാനായിട്ട്. പിന്നെ നമുക്ക് ഭക്ഷണം ഉച്ചയ്ക്ക് തരുന്നത് സാത്തർ, നല്ല ഭക്ഷണമൊക്കെ തരാനായിട്ട് അവരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും ഞാൻ ഒരുമിച്ച് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ അംഗങ്ങൾ ഏകദേശം 80 പേരോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാവരും വൈകുന്നേരം 5 മണി വരെയുള്ള സമയമായതുകൊണ്ട് പലരും പല സമയത്താണ് വരുന്നത്. പിന്നെ ഇഞ്ചക്ഷന് പേടിയുള്ള ആൾക്കാർ, നീന കുറുപ്പല്ലേ, നീന കുറുപ്പിൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ എനിക്ക് ഭയങ്കര പേടി, ഞാൻ ഇഞ്ചക്ഷൻ ചെയ്ത് കരഞ്ഞ് അതുകൊണ്ട് ഞാൻ വരില്ല, അങ്ങനെ പറയുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇന്ന് ഇവിടെ ഉള്ള എല്ലാ ടെസ്റ്റുകളും നിങ്ങൾ ചെയ്യുക. അതിനുശേഷം തുടർന്നുള്ള നമുക്ക് രാജകീയമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവാം. ചെറിയ അസുഖമാണ്, അറിയാമല്ലോ, നമുക്കറിയാം. നമ്മുടെ മറ്റേ ചേച്ചി നമ്മുടെ രാജഗിരിയിൽ റോസ്ലിൻ ചേച്ചി ചെറിയ ഒരു യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനിൽ നിന്ന് തുടങ്ങിയതാണ്. ലാസ്റ്റ് അത് പോയി നിന്നത് കിഡ്നി സംബന്ധമായ അസുഖവും അത് വന്ന് നേരെ ബ്രെയിനിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും ഇതൊരു നിസ്സാരമായിട്ട് എടുക്കരുത്. ഇവിടെ വെച്ച് തന്നെ നമ്മൾ ആ കാര്യങ്ങൾക്ക് നമുക്ക് എല്ലാം ചെക്ക് ചെയ്ത് ആരും ഇഞ്ചക്ഷൻ ഒന്നും പേടിക്കാണ്ട് മുന്നോട്ട് പോവാം. പിന്നെ ഞങ്ങളുടെ ഒരു പുരുഷ പ്രതിനിധി, നമ്മുടെ വൈസ് പ്രസിഡൻ്റ് കൂടിയായ ജയൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ജയനോട് ഞാൻ ഇതിന് കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞു, ജയൻ നമുക്ക് ലിവറൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയാലോ. അന്ന് മുങ്ങിയതാണ് ജയൻ, പിന്നെ ഇന്നാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും പേടിക്കാരാണ് ഇതിനകത്ത്. ആ കാര്യത്തിൽ ധൈര്യമായിട്ടാണ് ഷീലാമ്മ ഇരിക്കണമൊക്കെ. അപ്പോൾ വളരെ സന്തോഷം. എല്ലാവരെയും ഞാൻ ഒരുമിച്ച് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ബാബു ചേട്ടാ. അടുത്തതായി നമ്മളോട് സംസാരിക്കാൻ നമ്മളുടെ അധ്യക്ഷൻ ശ്രീ ജയൻ ചേർത്തല ചേട്ടനെ വിളിക്കുന്നു. ബഹുമാന്യായ ഷീലാമ്മ, മീന, അനശ്വര, ഞങ്ങളുടെ സ്ത്രീ കേസരികൾ, സ്നേഹം നിറഞ്ഞ അമ്മയുടെ സഹോദരങ്ങളെ, നമ്മളെ സഹായിക്കാൻ എത്തിയിട്ടുള്ള രാജഗിരിയുടെ സ്റ്റാഫുകൾ, നമ്മുടെ മുണ്ടിൻ്റെ ആൾക്കാർ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, അമ്മ എന്ന പേര് ജീവിതത്തിൽ ഒരു മനുഷ്യനും മറക്കാൻ പറ്റാത്തതാണ്. പലപ്പോഴും വളരെ വൈകാരികമായിട്ട് നമ്മൾ ഓർത്തു പറയാറുള്ളതാണ്. കാരണം ജീവിതത്തിൽ നമ്മൾ കുളിർക്കെ അല്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവമേ ഉള്ളൂ. അത് സത്യത്തിൽ നമ്മളെ ജനിപ്പിച്ച, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവസരം തന്നിട്ടുള്ള, നമുക്ക് ജന്മം തന്നിട്ടുള്ള അമ്മയാണ്. പക്ഷെ പലരും എത്ര കണ്ട് ആൾക്കാരത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് നടന്ന സംഭവം. ഒരു 22 വയസ്സുള്ള കുട്ടി സ്വന്തം അമ്മയുടെ തലക്കടിച്ച് കൊല്ലുകയാണ്. അപ്പം ജനനത്തിന് പോലും അർത്ഥം തിരിച്ചറിയാതെ നമ്മൾ പലപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ച് തീർക്കാൻ മാത്രം ആഗ്രഹിക്കുമ്പോൾ ആ ഡെഫിനിഷൻസിനെ മുഴുവൻ ബ്രേക്ക് ചെയ്തുകൊണ്ട്, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ 30 വർഷമായിട്ട് അമ്മയുടെ ഒരു പ്രവർത്തന രീതികൾ, ഒരു ജീവിതമാകുമ്പം ഏറ്റക്കുറച്ചിലുകളുണ്ടാകാം, തെറ്റുകളുണ്ടാകും, ശരിയുണ്ടാകാം. നമുക്ക് ജീവിതത്തിൽ തെറ്റ് പറ്റാത്തായിട്ട് ആരുമില്ല. നമ്മൾ കുഞ്ഞിനെ നടന്നു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചറിയാം, നിങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളുള്ളതാണ്. നമ്മുടെ കുഞ്ഞ് നടന്നു തുടങ്ങുമ്പോൾ ആദ്യം അമ്മ എടുത്തുകൊണ്ട് നടക്കും. അവിടുന്ന് നിലത്തിറക്കി വെക്കുമ്പോൾ ഇവൻ മുട്ടയിലൊന്ന് എഴയും. ഇവൻ ഒരുപാട് പ്രാവശ്യം കമന്ന് വീഴും. ഈ ഓരോ തവണ ഈ കുഞ്ഞ് കമന്ന് വീഴുമ്പോഴും നമ്മൾക്ക് കരച്ചിൽ വരും. നമുക്ക് സങ്കടമാണ്. ഇവൻ്റെ താടി പൊട്ടും, ചുണ്ടു, ഇതൊക്കെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഈ വീഴ്ചകളിൽ നിന്ന് ഇവൻ എഴുന്നേൽക്കുകയാണ്. അവിടുന്ന് പതുക്കെ പിച്ച വെച്ച് തുടങ്ങും. അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് നടക്കും. അങ്ങനെ നടക്കുമ്പോഴൊക്കെ ഒരുപാട് വീഴ്ചകൾ ജീവിതത്തിൽ സംഭവിക്കുകയും പിന്നീടുള്ള ശരിയായിട്ടുള്ള ഏറ്റവും ദൂരത്തിലോട്ട് ശക്തിയോടെ നടക്കാനും ഓടാനുമുള്ള എനർജി കൈവരിക്കുന്നത് ഈ വീഴ്ചകളിൽ തന്നെയാണ്. അതുപോലെ തന്നെ അമ്മയ്ക്കും ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഞങ്ങൾ ഏറ്റവും ശക്തമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ശക്തമായിട്ട് സമൂഹത്തിൻ്റെ മുന്നിലോട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് കിട്ടുന്ന എനർജിയാണ് ഈ പല വീഴ്ചകളും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ വനിതാ ദിനം ആചരിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 100 വർഷത്തിന് മുകളിലായി. ഏതാണ്ട് 1857 അമേരിക്കയിൽ ഷിക്കാഗോയിൽ തുണി ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾ അവർക്ക് വേതനം കുറയുന്നതിന് സമരം ചെയ്തു തുടങ്ങിയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്നും ആ കാര്യത്തിനൊരു തീർപ്പുണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ജോലി ചെയ്യുന്നതിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ പൈസ കിട്ടണം എന്ന് പറയുന്ന നമ്മളെ തർക്കം
ആ 1857 തൊട്ട് ഇന്ന് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും ഫെഫ്കയിലും അമ്മയിലും വരെ തർക്കം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം വനിതകൾക്കും പുരുഷന്മാർക്കും ഒരേ വേതനം കിട്ടണം. ഇത് കാലക്രമേണ ഈ ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ മനുഷ്യരായിട്ട് ജനിച്ചു വീഴുന്ന എല്ലാവർക്കും ഒരേ പ്രയോറിറ്റി ലൈഫിൽ ഈ ഭൂമിയിൽ എപ്പോൾ കിട്ടുന്നോ അന്നേ നമ്മൾ ഈ ദിനാചരണങ്ങൾ ഈ വനിതാ ദിനാചരണം പോലെയുള്ള ആചരണങ്ങളിൽ നമ്മൾ പിൻവാങ്ങുള്ളൂ. അപ്പോൾ അതിന് ശക്തി പകരാൻ നമ്മൾ വായിച്ചറിഞ്ഞെന്നൊക്കെ മനസ്സിലായിട്ടുള്ള പണ്ട് ഈ ഗർഭഛേദനം നമുക്ക് അബോർട്ട് ചെയ്യാൻ ഒന്നും സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് ലീഗലൈസ് ചെയ്ത് അബോർട്ട് ചെയ്യാനൊക്കെ നമ്മുടെ ഈ വനിതാ ദിനത്തിൽ പ്രതിജ്ഞ ചെയ്യുമായിരുന്നു. അന്ന് കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾ ഇന്നത് ഉൾക്കൊള്ളാനും കാരണം അതാണ്. കാരണം വനിതാ ദിനത്തിൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവുകളിൽ ഒന്നാണ് ഹെൽത്ത് ഫോർ ലേഡീസ് എന്നുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ശാരീരികമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജെൻഡർ എന്ന് പറയുന്ന ലേഡീസാണ്. കാരണം നിങ്ങൾ കൺസീവ് ചെയ്യുന്നു, ഗർഭിണികളാകുന്നു, നിങ്ങൾ 10 മാസം കുഞ്ഞിനെ ചുമന്നുകൊണ്ട് കിടക്കുന്നു, നിങ്ങളൊരു കുഞ്ഞിന് പ്രസവം കൊടുക്കുന്നു. ആ സമയത്തൊക്കെ നിങ്ങളുടെ ജീവൻ അറ്റ് റിസ്ക്കാണ്. അതിനൊക്കെ തരണം ചെയ്തിട്ടാണ് നിങ്ങൾ ഭൂമിയിൽ, അത് ഈ സ്ത്രീലിംഗത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആരോഗ്യം ചോർന്നു പോകാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് ആരോഗ്യം പകർന്നു നൽകാൻ ഒരു അഡീഷണൽ ശക്തി, കുറച്ച് ലീഗൽ പ്രൊട്ടക്ഷൻ കൂടെ മനുഷ്യർക്ക് ആവശ്യമാണെന്ന് കണ്ടിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ വനിതാ ദിനം ഏറ്റവും കൂടുതലായിട്ട് ആചരിച്ചു പോകുന്നത്. അമ്മയിൽ ഏറ്റവും റിലവൻസ് എടുത്താൽ 256 വനിതകളാണുള്ളത്. 506 പേരാണ് അമ്മയിലുള്ളത്. അവിടെയും ഭൂരിപക്ഷമുള്ളത് വനിതകൾക്കാണ്. 256 വനിതകളാണ്. നമ്മൾ പലപ്പോഴും നോക്കാറുള്ളത് ഇതിനകത്ത് പ്രായഭേദമന്യേ. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ കഴിഞ്ഞ ഫംഗ്ഷൻ നടക്കുമ്പോൾ, നമ്മുടെ കുടുംബസംഗമം നമുക്ക് നടത്തുമ്പോൾ നമുക്കവിടെ തിരി തെളിയിക്കാനായിട്ട് നമ്മുടെ മുന്നിലോട്ട് വന്നത് ശാന്തകുമാരി ചേച്ചിയും ലക്ഷ്മി ചേച്ചിയാണ്. കാര്യം നമ്മൾ എന്നും മനസ്സുകൊണ്ട് എന്നും ആഗ്രഹിക്കുന്നത്, ഇതിലിപ്പോൾ മമ്മൂട്ടി അല്ല ലാലേട്ടൻ അല്ലെങ്കിൽ സുരേഷ് ഏട്ടൻ അങ്ങനെ ലെവൽ തൊട്ട് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള മെമ്പർമാർ വരെ മനസ്സിലാഗ്രഹിക്കുന്നത് സ്ത്രീകളെ ബഹുമാനിച്ചുകൊണ്ട് നിൽക്കണം എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റേജ് നോക്കിയാലും അറിയാം. കാരണം സാധാരണ പരിപാടികളൊക്കെ അടക്കുമ്പോൾ സരയും നമ്മുടെ അനന്യയും ജോമോളും ഒക്കെ കൂടെ പിന്നെ അൻസിബ ഉൾപ്പെടെയുള്ള ഒരു സൈഡിൽ നിന്നിട്ട് അല്ലാതെ സൂപ്പർ സ്റ്റാറുകളെ ഇരുത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അധികാരത്തിൻ്റെ പേരിലായാലും അവരെ അവിടെ ഇരുത്തിക്കൊണ്ട് ഞങ്ങളിവിടെ നിൽക്കാൻ ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ, അഭിമാനമേ ഉള്ളൂ. കാരണം നാളെ ഇതൊരു സമൂഹത്തിന് പുതിയതായിട്ട് അമ്മയിലോട്ട് കടന്നു വരുന്ന ഓരോ അംഗത്തിനും ഈ അമ്മയുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് ഓരോ വനിതകളെയും ഓരോ സ്ത്രീകളെയും അവർക്ക് വേണ്ട സ്നേഹം നൽകിക്കൊണ്ട് അവരെ ബഹുമാനിക്കാൻ സാധിക്കട്ടെ എന്നുള്ള ഒരു ആശയമാണ് സത്യത്തിൽ ഈ വനിതാ ദിനത്തിൽ 2025 ഞങ്ങൾ അമ്മയിലെ പുരുഷ കേസരികൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എത്ര പേര് അതിനെ, കാര്യം ഇന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രീ ആയിട്ട് ഈ 256 പേർക്കും ഓൺകോളജി ഉണ്ട്, ജനറൽ മെഡിസിൻ ഉണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ അസുഖമുണ്ടോ അതിനൊക്കെയുള്ള ഇവാലുവേഷൻ ടെസ്റ്റുകൾ ഇവിടെ നടത്താൻ സന്നദ്ധരായിട്ട് വനിതകൾ തന്നെ വന്നിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. പക്ഷേ ഭയം കൊണ്ടായിരിക്കാം ഒരുപാട് പേര് അതിനെ ഉപയോഗിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടില്ല. എന്തായാലും ഭാവിയിൽ ഏറ്റവും നല്ലതായിട്ട് അമ്മ എന്നുള്ള പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ സ്ത്രീകളെ ബഹുമാനിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് അവർക്കൊരു പ്രയോറിറ്റി സമൂഹത്തിൽ നൽകാൻ നമ്മുടെ ഓരോ അംഗത്തിനും മനസ്സുകൊണ്ടും ചിന്തകൾ കൊണ്ടും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഔപചാരികതയുടെ പേരിൽ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ സാധാരണ അധ്യക്ഷനാണ് ക്ഷണിക്കേണ്ടെങ്കിലും ആ ജോലി ഞങ്ങൾ ഇന്ന് വിനുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അടുത്തത് ഉദ്ഘാടന കർമ്മമാണ്. അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വിനുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി ജയചേട്ടാ. ജയചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവരും ഈ മെഡിക്കൽ ക്യാമ്പ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ നടത്തുമ്പോൾ അതെല്ലാവരും പ്രയോജനപ്പെടുത്തുക. കാരണം മുള്ളുകൊണ്ട് എടുക്കേണ്ടത് നമുക്ക് അവസാനം വലിയ രീതിയിലാവരുത്. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും എല്ലാവരും പ്രയോജനപ്പെടുത്തുക. ഇനി നമുക്ക് ഈ ഒരു ചടങ്ങിൻ്റെ ഏറ്റവും മഹത്തരമായ ഒരു കർമ്മത്തിലേക്കാണ് കടക്കുന്നത്. തിരി തെളിയിച്ച് ഇതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മം ആണ്. ഇനി അതിൽ നമ്മുടെ വേദിയിലിരിക്കുന്ന എല്ലാവരെയും, ഷീലാമ്മയും മീന ചേച്ചിയും അനശ്വരിയും ബാക്കി നമ്മുടെ എല്ലാ അഡോ കമ്മിറ്റി മെമ്പർ, നമ്മുടെ വനിതാ പ്രതിനിധികളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്.
സിലമ ഒരു 2 വാക്ക് നമ്മളുടെ വനിതാ ദിനത്തിൻ്റെ ഔപചാരികതയുടെ പേരിൽ ഒരു 2 വാക്ക് ഉദ്ഘാടനവുമുണ്ട്. വനിതാ ദിനത്തിൻ്റെ ഇനാഗ്രേഷൻ ഞാൻ ചെയ്യുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്നിരുന്നിട്ട് നിങ്ങളെല്ലാം കാണാനും ഒരുപാട് സന്തോഷമുണ്ട്. വനിതാ ദിനത്തിന് എന്നെ ഇവിടെ ക്ഷണിച്ചതിന് അമ്മയുടെ ഭാരവാഹികളോട് ഞാൻ നന്ദി പറയുന്നു. ഇനിയും നമ്മൾ വീണ്ടും കാണട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല. അതുമല്ലാതെ ഞാൻ ചെന്നൈയിലാണ് ജീവിക്കുന്നത്. ഒരുപാട് തമിഴ് സംസാരിക്കും, ഇവിടെ വരുമ്പോൾ മലയാളം. അപ്പോൾ ഈ രണ്ടും കലന്ന് വരുന്നെന്ന് എന്നെ ക്ഷമിക്കണം കേട്ടോ. എനിക്ക് അത്ര പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. വനിതാ ദിനം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം കൊല്ലത്തിൽ ഒരു ദിവസം നമുക്ക് ഒരു കൊടുത്തിരിക്കുന്ന വലിയൊരു കാര്യമല്ലേ. ബാക്കിയെല്ലാം പുരുഷന്മാരുടെ ദിവസങ്ങളല്ലേ. ഒരു ദിവസം വനിതാ ദിവസം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ആരോ ചോദിച്ചു പുരുഷന്മാർക്കൊരു ദിവസമില്ലേ എന്ന്. അവർക്ക് എല്ലാ ദിവസവും പുരുഷന്മാരുടെ ദിവസം, നമുക്ക് പാവങ്ങൾ ഒറ്റ ദിവസമല്ലേ ഉള്ളൂ വനിതാ ദിവസം. അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് വന്ന് എന്നോട് പറഞ്ഞു, എന്നെ എല്ലാ ചെക്കപ്പും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അവർ പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ആർട്ടിസ്റ്റ് ആയാലും അവർക്ക് അവരുടെ ഫാമിലി, അവരുടെ വീട്, അവർ അരി മേടിക്കണം, വീട്ടിലൊരു പ്രായമുള്ളവരുണ്ടാവും, അവരെ നോക്കണം. പിന്നെ എത്രയോ ജോലികൾ ഒരു പെണ്ണിനുണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെത്താനെ ചെക്കപ്പ് ചെയ്യാനായിട്ടോ തനിക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി നോക്കാനായിട്ടൊന്നും അവർക്ക് സമയം കിട്ടില്ല. എന്തെങ്കിലും ഒരു രോഗം വന്നാലേ അവർ പോകത്തുള്ളൂ ഹോസ്പിറ്റലിലേക്ക്. ഇങ്ങനെയൊരു ദിവസം വാസ്തവത്തിൽ സത്യത്തിൽ പറയാണ്, അമ്മ നിങ്ങൾക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്ന വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് എല്ലാവരും യൂസ് ചെയ്യണം. ഇങ്ങനെ എനിക്ക് തമിഴ്നാട്ടിലും ഞാൻ അവിടെ നടികർ സംഘമുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ദിവസം അവർ ആരും ചെയ്തിട്ടില്ല പെണ്ണുങ്ങൾക്ക് വേണ്ടി. ഞാൻ ചെന്നൈയിലുണ്ടായിരുന്നപ്പോൾ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് മലയാള ചലച്ചിത്ര പരിഷത്ത് ഒരെണ്ണം തുടങ്ങിയത്. അമ്മയ്ക്കൊക്കെ മുമ്പ് ഒരു കാലത്ത്. അതിൽ നസീർ സാറായിരുന്നു പ്രസിഡൻറ്റ്, ഞാനായിരുന്നു ട്രഷറർ. ഞങ്ങളുടെ വീട് ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്താണ്. നസീർ സാറിൻ്റെ വീട് അപ്പുറത്താണെങ്കിൽ ഇപ്പുറത്താണ്. ഇപ്പോഴും കൂടെ ഇവിടെ അമ്മയിൽ ജോലി ചെയ്യുന്ന ഒരാൾ അന്നത്തെ ഒരു ഓഫീസ് ബോയായിരുന്നു. അവിടെ ഒരു ചെറിയ പയ്യനായിരുന്നു. അപ്പോൾ ചെക്കിൽ എന്തെങ്കിലും കാശ് എടുക്കണമെങ്കിൽ ആദ്യം പോയി നസീർ സാറിൻ്റെ അടുത്ത് പോയി കൈയെഴുത്ത് മേടിച്ചുകൊണ്ട് വരും. പിന്നെ ട്രഷറല്ലേ ഞാൻ, എൻ്റെ അടുത്ത് വന്ന് കൈയെഴുത്ത് മേടിക്കും. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കേരളത്തിലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ പോയി നാടകങ്ങൾ നടത്തി. ഞാൻ, സത്യൻ സാറ്, മധു സാറ്, കൊട്ടാരക്കര ശ്രീനായർ സാറ്, ഇവർ ഞങ്ങളെല്ലാവരും അന്നത്തെ എല്ലാ വലിയ ആർട്ടിസ്റ്റ് എല്ലാവരും പോയി പല സ്ഥലങ്ങളിൽ പോയി ഞങ്ങൾ നാടകം നടത്തി. ചെന്നൈയിൽ കണ്ണായ സ്ഥലത്ത് 6 ഗ്രൗണ്ട് ഞങ്ങൾ മേടിച്ചു. 6 ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ 5.5 സെൻറ്റാണ്. അപ്പോൾ 6 ഗ്രൗണ്ടുള്ളൊരു സ്ഥലം ഞങ്ങൾ മേടിച്ചു. ഏറ്റവും ടി നഗറിലാണ് ഞങ്ങൾ മേടിച്ചത്. പിന്നെ അതിന് ആദ്യം ഒരു ചെറിയൊരു ഓലക്കുടിലായിരുന്നു ഞങ്ങളുടെ അമ്മ എന്നുള്ളതുപോലെ. അന്നത്തെ മലയാള ചലച്ചിത്ര പരിഷത്ത് ഒരു ഓലക്കുടിലായിരുന്നു. മഴ വന്നാൽ ഞങ്ങൾ കുറേ കല്ലുകൾ ചെങ്കലിങ്ങനെ എടുത്ത് വെച്ച് ചാടി വേണം അതിൻ്റെ അത് പോകാനായിട്ട്. അങ്ങനെ ഉണ്ടായിരുന്ന ആ സ്ഥലം ഞങ്ങൾ പിന്നെ വലിയൊരു കെട്ടിടമായിട്ട് കെട്ടി. അതിപ്പോഴും ഉണ്ട്, നല്ല രീതിയിൽ അതിപ്പോഴും നടക്കുന്നുണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ വന്ന് പാവപ്പെട്ടവർക്കും പഠിത്തത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രഷറായിട്ട് ഞാൻ കുറച്ച് നാൾ ഇങ്ങനെ നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ കാലത്തിന് മുമ്പ് ഞാൻ പടം ഡയറക്റ്റ് ചെയ്തു, യക്ഷഗാനം എന്നുള്ളൊരു പടം. ഈ ഡയറക്ഷൻ വരുന്നത് എങ്ങനെയാണെന്നറിയോ? കുറേ പടത്തിൽ അഭിനയിച്ച് ബോറടിക്കുമ്പോൾ അങ്ങനെയാണ് ഈ ആർട്ടിസ്റ്റ് ഡയറക്ഷൻ ചെയ്യാനായിട്ട് വരുന്നത്. മനസ്സിലായോ? കുറേ പിന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ പുതിയതായിട്ട്. എന്താ അഭിനയിച്ച് എല്ലാ റോളും അഭിനയിച്ച് കഴിഞ്ഞു, നമുക്കൊന്ന് വേറെ ഒരു പടമൊന്നും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ആർട്ടിസ്റ്റ് ആയാലും പെണ്ണായാലും വരുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിന് ശേഷം ഞാൻ ശിഖരങ്ങളിൽ നിന്നൊരു പടം എടുത്തു. അതും നല്ലതായിട്ട് ഓടി. അന്നൊക്കെ ആണും പെണ്ണും നല്ലതായിട്ട് നല്ല കഥയാണെങ്കിൽ നല്ലതായിട്ട് ഓടിയ പടങ്ങളൊക്കെ ഞങ്ങൾ പോയി 50 ദിവസം ഓടി എന്ന് പറഞ്ഞൊക്കെ വലിയ കാര്യമാണ്. ഞങ്ങൾ തിയേറ്ററിലൊക്കെ പോയി ഞങ്ങൾ ഫങ്ഷനൊക്കെ നടത്തി. അതിനുശേഷം ടെലിഫിലിം ഒരെണ്ണം ചെയ്തു. ജയഭാരതി ആയിരുന്നു നായിക, അതും ടെലിഫിലിമായിരുന്നു. അങ്ങനെ 3 പടം ഞാൻ ഡയറക്റ്റ് ചെയ്തു. ഞാൻ തന്നെ സ്റ്റോറി എഴുതി, ഞാൻ തന്നെ
സ്ക്രീൻ പ്ലേ ഒക്കെ ഞാൻ തന്നെ എഴുതി. പക്ഷേ ഡയലോഗ്സും പാട്ടൊക്കെ ഭാസ്കരൻ മാസ്റ്ററും വയലാർ സാറൊക്കെ ആയിരുന്നു എഴുതിയത്. പക്ഷേ ഞാൻ പറയുന്നത് അതിന് ശേഷം വനിതകളായിട്ട് എന്തുകൊണ്ട് കുറേ നടികൾ വന്ന് കുറേ ആർട്ടിസ്റ്റ് വന്ന് ഡയറക്ടർ ആവാതിരിക്കുന്നത്? പെണ്ണുങ്ങളുടെ ഡയറക്ഷൻ വളരെ കുറവാണല്ലോ. ആർട്ടിസ്റ്റ് വേണ്ട, പെണ്ണുങ്ങളുടെ ഡയറക്ഷനിൽ വളരെ കുറവായിട്ടേ കാണുന്നുള്ളൂ. എത്ര കാലത്തിന് ശേഷം എത്ര പേര് വരണം, എത്ര കഴിവുള്ളവരാണ് കുക്കുവൊക്കെ. അവരൊക്കെ ഒരു വലിയ ഡയറക്ടറാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ എന്തോ അവരൊക്കെ പിന്നെ ഒന്നും അതിനെപ്പറ്റി ഒന്നും കണ്ടില്ല. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ വല്ലപ്പോഴും ഒന്നാണ് ഞാൻ കേരളത്തോട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ കുറേ മീഡിയക്കാരുണ്ടല്ലോ, മീഡിയ ആൾക്കാർ, അവരെല്ലാം വന്നിട്ട് എന്നോട് വരും, എല്ലാം കൂടി വരും കേട്ടോ. ഞാൻ ഏത് ഹോട്ടൽ താമസിക്കുന്നു, ഒരു 5-6 പേര് വരും. വന്നിട്ട് ഒരാൾ ചോദിക്കുന്ന ചോദ്യം ഇനി ഒരാൾ ചോദിക്കാൻ പാടില്ലല്ലോ, വേറെ ചോദ്യമായിട്ട് ചോദിക്കണം. പക്ഷേ എല്ലാവരും കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ് ഞാൻ വന്നപ്പോൾ ചോദിച്ചത് ഇപ്പം ട്രെൻഡായിട്ടുള്ളത് എന്താണെന്നറിയോ? ആർട്ടിസ്റ്റ് വന്ന് അധികം കാശ് മേടിക്കാൻ പാടില്ല, ആർട്ടിസ്റ്റ് വന്ന് പടം എടുക്കാൻ പാടില്ല എന്നൊക്കെ. ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഞാൻ ഈ ഫീൽഡിലേ ഇല്ല, ഞാൻ വേറെയാണല്ലോ. എന്നാലും നിങ്ങളിവിടെ കുറേ കാലം നിന്നതല്ലേ, ഒരു കാര്യം പറ. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാ റോൾസ് റോയ്സ് കാലും ബെൻസിൽ പോകാൻ ആശിക്കുന്നത്? നിങ്ങൾ വന്ന് ഒരു ഓട്ടോറിക്ഷയിൽ പോയിക്കോളൂ, അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിൽ പോയിക്കോളൂ. ബെൻസുകാർ നിങ്ങളെ വിളിച്ചോ, വന്ന് കയറിക്കോ എന്ന് വിളിച്ചില്ലല്ലോ. അത് കാരണം നിങ്ങൾ വലിയ വലിയ ആൾക്കാർ എന്തിനാ പോകുന്നു? സാധാരണ നിങ്ങളുടെ കഥ നല്ലതാണെങ്കിൽ, നിങ്ങളുടെ സ്ക്രീൻ പ്ലേ നല്ലതാണെങ്കിൽ നിങ്ങൾ ചെറിയ പടങ്ങൾ എടുക്കുമോ? എന്തിനാ വലിയ വലിയ പടങ്ങൾ എടുക്കുന്നത് എന്ന് ചോദിച്ചു. കറക്റ്റാണോ ഞാൻ പറഞ്ഞത്? കറക്റ്റാണോ? ആരും കൈയടിക്കുന്നില്ല. അപ്പം നിങ്ങൾക്കൊക്കെ വലിയ വലിയ ആർട്ടിസ്റ്റ് പടം എടുക്കണമെന്നല്ലേ? പിന്നെ അവർ ചോദിച്ചത് ആർട്ടിസ്റ്റുമാർ പടം എടുക്കാൻ പാടില്ലെന്ന്. ഞാൻ പറയട്ടെ, 15 കൊല്ലത്തിന് മുമ്പ് ഒരു ആൾ ഹീറോ ആയിട്ട് അഭിനയിച്ചു, 2-3 പടത്തിൽ അഭിനയിച്ചു. അയാൾ പൊട്ടിപ്പൊളിഞ്ഞ് ഇപ്പോൾ ഒന്നുമില്ല, അയാൾക്കൊന്നുമില്ല. ഇപ്പോൾ ഈ ഇടയ്ക്ക് അയാൾക്ക് കുറച്ച് പണം വീതിച്ച് കിട്ടിയോ, കടം കിട്ടിയോ, എവിടെ നിന്നോ കാശ് കിട്ടി. അയാൾ വന്നൊരു പടം എടുക്കാൻ പാടില്ലേ? അതിലെന്താ പ്രശ്നം? അയാൾ പടം എടുക്കാതെ വേറെ ഒരാളുടെ പേരിൽ എടുക്കണം, അയാളുടെ പേരിൽ എന്താ പ്രശ്നം? ഇത് ഞാൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, 2-3 പേര് വിളിച്ച് നിങ്ങൾക്ക് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇങ്ങനെയൊക്കെ എതിർത്ത് പറയേണ്ടത് ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഭാവി എന്താവും? ഞാൻ പറഞ്ഞു ഷീലയ്ക്ക് ഭാവിയോ? ഇനി എന്ത് ഭാവി എനിക്ക്? ധൈര്യമായിട്ട് പറയാൻ എനിക്ക് എല്ലാ തകുതിയുണ്ട്. അത് കാരണം ഞാൻ പറയുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ, നിങ്ങളിവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാളും കൂടുതൽ പറയാനുള്ള കാര്യങ്ങൾ എനിക്കുണ്ട്. പിന്നെ എനിക്ക് പെയിൻറ്റിങ് എന്നുള്ളത് ഒരു ഹരമാണ്. അഭിനയിക്കാൻ വന്നത് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്, കാശിന് വേണ്ടിയാണ് അഭിനയിക്കാൻ വന്നത്. പക്ഷേ ചിത്രം വരപ്പെന്ന് പറയുന്നത് എൻ്റെ ഒരു ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ചെയ്തതാണ്. ചെറുപ്പം മുതലേ എനിക്ക് പെയിൻറ്റിങ് ചെയ്യാൻ ഇഷ്ടമാണ്. ഒരു 10 വയസ്സും പ്രായം മുതലേ എനിക്ക് തുടങ്ങിയതാണ്. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു എക്സിബിഷൻ വന്ന് ഇവിടെ ലീ മെറിഡിയൻ ഹോട്ടലിൽ വെച്ച് നടത്തി. ഇവിടെ ഒരു പ്രളയം വന്നില്ല, നമ്മുടെ കേരളത്തിൽ ഭയങ്കര പ്രശ്നം വന്നപ്പോൾ അതിൽ കുറേ കാശുണ്ടാക്കി ഞാൻ വന്ന് നമ്മുടെ CMൻ്റെ കയ്യിൽ കൊടുത്തു. രണ്ടാമത്തെ ഒരു എക്സിബിഷൻ US വെച്ച് ഞാൻ നടത്തി. അത് എൻ്റെ സ്വന്തം ചിലവിൽ എനിക്കായിട്ട് ഞാൻ എടുത്തു. ഇപ്പോൾ വന്ന് കാലിക്കറ്റിൽ വെച്ച് ഏപ്രിൽ 3-ാം തീയതി ഞാനൊരു എക്സിബിഷൻ നടത്തുന്നുണ്ട്. അത് വന്ന് ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയാണ്. കേരളത്തിൽ ഒരുപാട്, അതെന്താണെന്നറിയില്ല, കേരളത്തിൽ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്. അവർക്ക് വേണ്ടി അവർക്ക് കൊടുക്കാനുള്ള ചാരിറ്റി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ആർട്ടിസ്റ്റ് എല്ലാവരും അവിടെ വരണം എന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരും എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങളെല്ലാം വരണം എന്നുള്ളതും. ഇനിയും കാണാം നമുക്ക്. അമ്മയിൽ ഞാൻ വന്ന് കാണുമല്ലോ, നിങ്ങളെല്ലാം കാണാം. സന്തോഷമുണ്ട് കേട്ടോ, വളരെ സന്തോഷം. നമ്മൾ സത്യം പറഞ്ഞ ഷീലാമ്മ പലർക്കും ഒരു ആർട്ടിസ്റ്റായിട്ട് കാണുന്നുണ്ട്. നമ്മൾ പക്ഷേ ഒരു ഡയറക്ടറാണ്. സത്യം പറഞ്ഞാൽ ഏത് മേഖലയാണ് ഇപ്പം നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത് പോലും ഒരു ചാരിറ്റിക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ഒരു പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ഷീലാമ്മയുടെ പല പ്രവർത്തനങ്ങളും നടത്തുന്നത്. അതിനൊക്കെ ഒരുപാട് നന്ദി ഷീലാമ്മ. ഞങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. അതേപോലെ നമ്മുടെ അടുത്ത ഒരു ചടങ്ങ് നമ്മളുടെ മെഡിക്കൽ ക്യാമ്പിൻ്റെ ഇനോഗ്രേഷനാണ്.
അത് തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തുക. അതിൻ്റെ ഒരു ഔപചാരികമായിട്ടുള്ള ഒരു ഇനോഗ്രേഷൻ മീന ചേച്ചി ചെയ്യുന്നതാണ്. അതിന് ബഹുമാനപൂർവ്വം മീന ചേച്ചി ക്ഷണിക്കുന്നു. സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം. ഷീലമ്മ നമസ്കാരം. ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. ഇവിടെ വന്ന് നിങ്ങളെല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. എന്തു പറയാനാ, വിമൻസ് ഡേ നമ്മളില്ലാത്ത ലോകമില്ല. സോ ഞാനിവിടെ അമ്മ അസോസിയേഷനിൽ ഇതിനു മുമ്പ് കുറേ കാര്യങ്ങൾ, ഈ സഞ്ജീവനി മെഡിക്കൽ സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നല്ല കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് വിമൻസ് ഡേ വനിതകൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ട് സ്ത്രീകൾക്ക് വേണ്ടി അവരിന്ന് രാജഗിരി ഹോസ്പിറ്റലോടൊപ്പം ചേർന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് അവരൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞതുപോലെ ഇതിൽ കുറേ യുനോ ബ്ലഡ് ടെസ്റ്റ് ആൻഡ് ഗൈനക്കോളജി ആൻഡ് ഓൺകോളജി, ജനറൽ ഫിസിഷ്യൻ ആൻഡ് ഡയറ്റീഷ്യൻസ്, അങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ബാബു പറഞ്ഞതുപോലെ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ കഷ്ടം തോന്നി. ബിക്കോസ് കുറേ ആൾക്കാർ വളരെ പേടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. ബിക്കോസ് നമുക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും, നമുക്ക് എല്ലാ കഴിവുകളുമുണ്ട്. പക്ഷേ അതൊക്കെ ചെയ്യാൻ നമുക്ക് ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ മുഖ്യമാണ്. സോ വി ഹാവ് ടു ഗിവ് പ്രയോറിറ്റി ടു അവർ ഹെൽത്ത്. സോ ആ ആരോഗ്യത്തിന് വേണ്ടി ഇവർ ചെയ്യുന്ന ഈ നല്ല കാര്യങ്ങളൊക്കെ പ്ലീസ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്, ഉപയോഗപ്പെടുത്തുകയാണ്. ഐ എം സോറി, ഐ എം നോട്ട് ടു very good in Malayalam, but I hope you understand what I'm trying to say. So please make use of this wonderful opportunity. ഇത് എല്ലാവർക്കും ഇത്ര ഈസി ആയിട്ട് എല്ലാവരും ചെയ്യാൻ പറ്റില്ലാത്ത ഒരു കാര്യമാണ് അമ്മ ചെയ്യുന്നത്. സോ ദിസ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ തിങ് ആൻഡ് പ്ലീസ് മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ആൻഡ് ഈ ആഘോഷത്തിന്, ഈ ഇനോഗ്രേഷന് വേണ്ടി ഞാൻ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ്. താങ്ക് യു അമ്മ, താങ്ക് യു എവ്രി വൺ, താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി മീന ചേച്ചി. അപ്പം തീർച്ചയായിട്ടും നമ്മളുടെ ബ്ലഡ് ടെസ്റ്റും ബാക്കി ചെക്കപ്പ് എല്ലാം 3rd ഫ്ലോറിലും ECG മാത്രം നമ്മൾ 4th ഫ്ലോറിലുമാണ്. അപ്പം അത് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. അത് അടുത്തതായിട്ട് നമ്മളുടെ ഈ ഒരു വനിതാ ദിനത്തിൽ നമുക്ക് മെഡിക്കൽ ചെക്കപ്പും ഇത് മാത്രം പോരല്ലോ, നമുക്ക് കുറച്ച് വിനോദങ്ങളും വേണ്ടേ. അതിന് ചിത്രരചനാ മത്സരങ്ങളും ചെറിയ കുഞ്ഞു മത്സരങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ മത്സരങ്ങളുടെ ഒരു ഔപചാരികത ഉദ്ഘാടനം എന്ന് പറയുന്നത് നമ്മളുടെ അനശ്വരയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മളുടെ രാജഗിരിയുടെ ഒരു EV നമ്മൾ ജസ്റ്റ് ഒരു ഇതൊന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളുടെ വിനോദ പരിപാടികളുടെ ഉദ്ഘാടനം നമ്മളുടെ പുതുതലമുറയുടെ അനശ്വരെ ക്ഷണിക്കുകയാണ് ബഹുമാനപൂർവ്വം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഒരു മേഖല തന്നെ എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ തന്നതിന് നന്ദി. അപ്പോൾ ഹാപ്പി വിമൻസ് ഡേ. ആദ്യം തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ. ഈ വിമൻസ് ഡേ എനിക്ക് നിങ്ങളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. രാജഗിരിയായിട്ട് കൊലാബറേറ്റ് ചെയ്തിട്ട് ഒരു മെഡിക്കൽ ചെക്കപ്പ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിൽ, അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്താൻ സാധിച്ചതിൽ, പിന്നെ ഷീലാമ്മയുടെയും കൂടെ മീന ചേച്ചിയുടെയും കൂടെ ഒരു വേദി ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അപ്പം രാവിലെ മുതലേ മെഡിക്കൽ ചെക്കപ്പ് നടക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതിൽ ഒരുപാട് സന്തോഷം. അപ്പം പോയിൻ്റ് റൈറ്റിംഗ്, ഷോർട്ട് സ്റ്റോറി, പിന്നെ ഡ്രോയിങ് കോമ്പറ്റീഷൻ, ഈ 3 മത്സരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇടവേളകളിൽ പോയി മത്സരിക്കുക. 1ാം സ്ഥാനം 2ാം സ്ഥാനം കൂടാതെ പ്രോത്സാഹന സമ്മാനം കൂടിയുണ്ട്. അപ്പം എല്ലാവരെയും ഹാപ്പിയായിട്ട് വിടാനാണ് ഇവിടുത്തെ ഉദ്ദേശം. സോ എല്ലാവരും പങ്കെടുക്കുക. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എത്താൻ സാധിച്ചില്ല വീണ്ടും. അപ്പം താങ്ക് യു സോ മച്ച്. എനിക്കൊരു കാര്യം അനശ്വരയെക്കുറിച്ച് പറയണം. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നപ്പം ഞങ്ങളെല്ലാവരും കൂടെയാണ് ലാസ്റ്റ് മിനിറ്റ്, അറിയാലോ എല്ലാം ലാസ്റ്റ് മിനിറ്റ് കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ, ഇതില്ല. അപ്പം ഇവർക്കുള്ള ഗിഫ്റ്റ് ഞങ്ങൾ പൊതിഞ്ഞത്, അനശ്വരയ്ക്കുള്ള ഗിഫ്റ്റ് അനശ്വര തന്നെയാണ് പൊതിഞ്ഞത്. ഒരു വീട്ടിലിരുന്ന് അങ്ങനെ ഒരു വ്യത്യാസം ഒന്നും കാണിക്കാതെ ഞങ്ങളെല്ലാവരുടെയും പൊതിയുന്ന കൂട്ടത്തിൽ അനശ്വരയ്ക്കുള്ള ഗിഫ്റ്റ് അനശ്വര, ബാക്കിയുള്ളവരുടെ ഗിഫ്റ്റും അനശ്വര തന്നെയാണ് പൊതിഞ്ഞത്. സോ വി ഫെൽ സോ മച്ച് അറ്റ് ഹോം ആൻഡ് താങ്ക് യു സോ മച്ച്. ഐ തോട്ട് ഇതെനിക്ക് മെൻഷൻ ചെയ്യണമെന്ന്. താങ്ക് യു അനശ്വര. അതായത് നമ്മളെപ്പോഴും കലാപരിപാടികൾ എന്ന് പറയുമ്പോൾ ഡാൻസ്, പാട്ട് അല്ലെങ്കിൽ മാജിക്ക് അങ്ങനെയുള്ള രീതികളിലേക്കാണ് പോവുക, ഓൺ സ്റ്റേജ് പ്രോഗ്രാംസിലേക്കാണ് നമ്മൾ പോവുക. പക്ഷെ ഇന്നിപ്പം നമുക്ക് ഷീലാമ്മയെ പോലെ അത്രയും ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഗസ്റ്റ്
ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഗസ്റ്റിനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ശിലാമ്മ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ആക്ട്രസ്സാണ്, ഒരു ഡയറക്ടറാണ്, ഒരു പെയിൻറ്റിങ് ആർട്ടിസ്റ്റാണ്. അപ്പം പ്രൊഫഷനോടൊപ്പം തന്നെ തൻ്റെ പാഷനെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് കൈവിടാതെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത്, ഞാൻ പലപ്പോഴും FB പോസ്റ്റുകളിലൂടെയും അങ്ങനെ ഇങ്ങനെയൊക്കെ നോട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം, എഴുതാൻ ഒരുപാട് താല്പര്യമുള്ള നല്ല രീതിയിൽ എഴുതുന്ന സ്ത്രീകളും നമുക്കിടയിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു വനിതാ ദിനത്തിൽ നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ള ഓൺ സ്റ്റേജ് പ്രോഗ്രാമിൽ നിന്ന് ഒന്ന് വിട്ട് നമ്മളൊരു ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ്, ഒരു പോയം റൈറ്റിംഗ്, ഒരു പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻ എന്നുള്ള ഒരു കോമ്പറ്റീഷൻസിലേക്ക് കടന്നത്. അപ്പോൾ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഞാൻ സമ്മാനത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നമുക്ക് സമ്മാനമില്ലാതൊരു ആഘോഷമില്ല, നിറയെ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. നമ്മളിപ്പം എല്ലാ കാര്യത്തിലും ഒരു സുതാര്യത വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ജഡ്ജായിട്ട് വരുന്ന വ്യക്തി നമുക്ക് 3 ടോപ്പിക്സ് അയച്ചു തന്നിട്ടുണ്ട്. ആ 3 ടോപ്പിക്സ് നമ്മൾ ലോട്ടാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. ഷോർട്ട് സ്റ്റോറിക്ക് 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പോയത്തിന് 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പെയിൻറ്റിങ്ങിന് 3 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്നത്തെ 3 ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഗസ്റ്റുകൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ 3 പേരും ചേർന്ന് അതൊന്ന് ഒരു ലോട്ട് എടുക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. അനശ്വര, ഐ റിക്വസ്റ്റ് യു ടു ചൂസ് ഫോർ പോയം റൈറ്റിംഗ്. ഓക്കെ, കുഴപ്പമില്ല, ഡ്രോയിങ് ആണ് അനശ്വര ചൂസ് ചെയ്തത്. ഷീലാമ്മയ്ക്ക് നെക്സ്റ്റ് ലോട്ട് കൊടുക്കാൻ അനന്യ. സ്റ്റോറി ഷീല മാം ചൂസ് ചെയ്തിട്ടുണ്ട്. അനന്യ സ്റ്റോറിയുടെ 2 ലോട്ട് മാറ്റിക്കോളൂ. ആൻഡ് പോയം റൈറ്റിംഗ് മീനാജി. 3 ലോട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സബ്ജക്ട്സ് എന്താണെന്ന് നമുക്കറിയില്ല, അത് നമ്മൾ ഇപ്പോൾ എന്തായാലും റിവീൽ ചെയ്യുന്നുമില്ല. നമുക്ക് കോമ്പറ്റീഷന് തൊട്ട് മുമ്പ് നമുക്ക് റിവീൽ ചെയ്യാം. AI-യുടെ ഒക്കെ ഒരുപാട് സാധ്യതകൾ മുമ്പിലുള്ള ഒരു അവസ്ഥയിൽ ആ തൊട്ട് അടുത്തുള്ള നിമിഷത്തിൽ മാത്രം നമ്മൾ സബ്ജക്റ്റ് എന്താണെന്ന് പറയുന്നുള്ളൂ. എന്തായാലും ഐ ഹോപ്പ് എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യും. ഒരുപാട് എഴുതാനും സംസാരിക്കാനും ഒക്കെ സാധ്യതയുള്ളവർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മുടെ വനിതകളുടെ ഏറ്റവും മികച്ച കഴിവുകൾ, രചനാ കഴിവുകൾ, ചിത്രരചനാ കഴിവുകൾ എന്ന് തെളിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സബ്ജക്ട്സ് നമുക്ക് കോമ്പറ്റീഷന് തൊട്ട് മുമ്പ് അറിയാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഷീലാമ്മ ഇവിടെ സൂചിപ്പിച്ചു, ഷീലാമ്മ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ആ ഡയറക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാമറയ്ക്ക് പിന്നിലുള്ള പേരുകളിൽ അധികം സ്ത്രീകളെ കാണുന്നില്ല എന്നുള്ളൊരു പരിഭവം ഷീലാമ്മ പങ്കുവെച്ചു. ആ പരിഭവത്തിനുള്ള ഒരു ഉത്തരമാണ് ഇനി നമ്മൾ അമ്മയുടെ ഭാഗത്ത് നിന്ന് നൽകാൻ പോകുന്നത്. വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്, നമ്മൾ സ്ത്രീകൾ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വെബ് സീരീസ് മുമ്പോട്ട് വയ്ക്കാനുള്ള ഒരു ആശയമാണ് നമ്മൾ ഇനി ആദ്യമായിട്ട് പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും പിന്നണിയിലും മുന്നണിയിലുമൊക്കെ അധികവും സ്ത്രീ സാന്നിധ്യം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് ഉണ്ടാവുക, ഉറപ്പ് നൽകുന്നു. അതേപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ഇന്ന് എഴുതുന്ന കഥകളിൽ അതിനുള്ളൊരു വിഷ്വൽ സാധ്യത ഉണ്ട് എങ്കിൽ അത് വിഷ്വൽ സാധ്യതയിലേക്കും നമ്മൾ കടക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. അതിനുള്ളൊരു അവസരം കൂടി നമ്മൾ സ്ത്രീകൾക്ക് നൽകുകയാണ്. അപ്പോൾ അത്തരത്തിൽ സ്ത്രീകൾ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള നമ്മുടെ അമ്മ മുമ്പോട്ട് വയ്ക്കുന്ന ഏറ്റവും പുതിയ ആശയമായിട്ടുള്ള വെബ് സീരീസിൻ്റെ ലോഞ്ചാണ് ഇനി നടക്കുന്നത്. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലിലായിരിക്കും വരുന്നത്. അത് ഈ ഒരു വെബ് സീരീസിലൂടെ നമുക്ക് നമ്മളുടെ സംഘടനയിൽ ജോലിയില്ലാതെ അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും അവസരങ്ങളില്ലാതെ പോകുന്ന ഒരുപാട് മെമ്പേഴ്സുണ്ട്, അല്ലെ ഒരുപാട് പലപ്പോഴും പറയാറുണ്ട്. ഈ തരത്തിലുള്ള വെബ് സീരീസിലൂടെ അവർക്കൊരു വരുമാനമായും അല്ലെങ്കിൽ അവർക്കും സ്ക്രീനിലേക്ക് അഭിനയം എന്ന് പറയുന്ന ആ ഒരു തൊഴിലിനെ വളരെ നല്ല രീതിയിൽ അവർക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും നമ്മളുടെ വെബ് സീരീസുകളും. അതിനെ തുടർന്ന് ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അത് ഈ വനിതാ ദിനത്തിലൊരു തുടക്കം കുറിക്കാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം. എല്ലാവരും അതിനോട് ഒപ്പം ഉണ്ടാവണമെന്ന് മാത്രം അപേക്ഷിക്കുന്നു. അപ്പം ബാബുശേട്ടനും 2 വാക്ക് ആണോ? ഇവർ നമ്മളിപ്പോൾ യൂട്യൂബിലൂടെയാണ് എന്നിവിടെ ബിനു പറഞ്ഞതിന് അതിനു മുമ്പായിട്ട് നമുക്ക് 2 വലിയ ഓഫറുകളുണ്ട്. മനോരമ ഇന്നലെയും കൂടി ഞങ്ങൾ സംസാരിച്ചു, മനോരമ OTT പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ എന്താണ് അതിൻ്റെ സബ്ജക്റ്റ് എന്നുള്ളത് നമ്മളൊരു ഔട്ട്ലൈനോട് പറഞ്ഞു. അവർ നമുക്കൊരു വലിയ തുകയും ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ബിനു പറയുന്നത് ചെറുതായി കാണാനല്ല, പക്ഷേ അതിനും മേലെയാണ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ. മനസ്സിലായില്ലേ? മനോരമ പോലും ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിനെ അതേ രീതിയിലാണ് കാണുന്നത്. അപ്പോൾ നമ്മളത് യൂട്യൂബ് ചാനൽ എന്ന് പറയുമ്പോൾ കുറച്ച് കാണരുത്. പക്ഷേ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക്
നമ്മുടെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ നമുക്ക് ആര് പറയുന്നതും കേൾക്കേണ്ട ആവശ്യമില്ല, ശരിയല്ലേ? നമ്മൾ കുടുംബസംഗമം നടത്തിയപ്പോൾ നമ്മൾ അറിഞ്ഞതാണത്. മറ്റേ നമുക്ക് കുറേ കണ്ടീഷൻസ് ഉണ്ടാവും. ഷീലാമ്മ എന്നെ കൊണ്ടുവന്നൂടെ, മീനാജീനെ കൊണ്ടുവന്നൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ കുറേ ആളുകൾക്ക് അതിനകത്ത് ജോലിയും എല്ലാം ആകുന്ന, നമുക്ക് ഇതുപോലെ തന്നെ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ചിരിക്കാവുന്ന ഒരു അങ്ങനത്തെ ഒരു സീരീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും പൈസ തന്നിട്ടുള്ള പരിപാടിയാണ്, അല്ലാതെ എല്ലാവർക്കും അല്ലാതെ നമ്മളിത് കഴിഞ്ഞിട്ട് തരാം, 6 മാസം കഴിയട്ടെ അങ്ങനെയൊന്നുമില്ല. ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ അൻസിബ മനോഹരമായ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഒരു ത്രില്ലറാണത്. അതിൻ്റെ പുറകിലാണ്, അതിൻ്റെ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇത് മാത്രമല്ല, മനോരമയുടെ വലിയൊരു ഓഫറും നമുക്കുണ്ട്. അത് മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ യൂട്യൂബിലേക്കൂടെ പോകുന്നത്. കാരണം ഇപ്പോൾ 1 ലക്ഷം വ്യൂവേഴ്സായി നമുക്കിനിയിപ്പോൾ അടുത്തത് ഇപ്പം ലാലേട്ടൻ്റെ ഒരു പാട്ട് പരിപാടിയൊക്കെ വന്ന് ഭയങ്കര വൈറലായി. ഇനിയിപ്പം മമ്മൂക്കയുടെ വലിയൊരു ഇതുപോലെ മെഹഫിലല്ലേ അത് വരുന്നുണ്ട്. അതോടുകൂടി അതിനിപ്പം നമുക്ക് ഇങ്ങോട്ട് സ്പോൺസർമാർ വന്നു തുടങ്ങി. അതിന് ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് തരുമെന്ന് ചോദിച്ചു വലിയ വലിയ കമ്പനികൾ വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഇത്. അപ്പോൾ അത് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അവസരം എടുത്തത്. നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ടീം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മാത്രം ഇങ്ങനെ ഇരിക്കുന്ന ഒരു വേദി എന്നുള്ളതല്ല. നമ്മളെല്ലാവരും ഇടകലർന്നിരിക്കുന്ന ഒരു സ്പേസ് എന്നുള്ളതാണ് എപ്പോഴും ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സത്യസന്ധമായിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നതും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം ആശയങ്ങളുമായി നമ്മൾ മുമ്പോട്ട് വരുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അൻസിബ എഴുതിയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ആദ്യം തുടക്കം കുറിക്കുന്നത്. ഇതിനും ഒരുപാട് എക്സ്റ്റൻഷൻ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ സംവിധാന രംഗത്തും എഴുത്ത് രംഗത്തും ഒക്കെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ സദസ്സിലിരിക്കുന്നുണ്ട്. അവരിൽ നിന്നൊക്കെ നമ്മൾ കോൺട്രിബ്യൂഷൻസും നമ്മൾ സജഷൻസും ഒക്കെ എടുക്കുന്നതായിരിക്കും. ഒരു എക്സ്റ്റൻഷൻ തീർച്ചയായിട്ടും ഉണ്ടാവുന്നതാണ്. ഈ ഒരു എളിയ തുടക്കത്തിലോടുകൂടി വലിയ വലിയ ചുവടുകൾ വയ്ക്കാനായിട്ട് നമ്മൾ സ്ത്രീകൾക്ക് സാധിക്കട്ടെ. എന്നും വിമൻസ് ഡേ ആയിരിക്കാനായിട്ട് ഷീലാമ്മ ആഗ്രഹിച്ച പോലെ തന്നെ എന്നും വിമൻസ് ഡേ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പറഞ്ഞ പോലെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് ഒരു ആക്ട്രസ് അതുപോലെ തന്നെ ഏറ്റവും പാഷനോടുകൂടി ഷീലാമ്മ ചെയ്യുന്ന കാര്യമാണ് പെയിൻറ്റിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാം ഇവിടെ സൂചിപ്പിച്ചു, April 3 കോഴിക്കോട് വെച്ചിട്ടൊരു എക്സിബിഷൻ നടക്കുകയാണ്. 15 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു എക്സിബിഷനാണ്. തീർച്ചയായിട്ടും ക്യാൻസർ രോഗികളെ സഹായിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഷീലാമ്മയ്ക്ക് ബാബുചേട്ടൻ സൂചിപ്പിച്ച് വെച്ചിട്ട് മാമിൻ്റെ ഒരു ജീവിത രീതികൾ വെച്ച് എളുപ്പത്തിൽ ഒഴിവാക്കി കളയാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും മാം എടുത്ത ആ ഒരു സ്ട്രെയിനിന്, ആ ഒരു എഫേർട്ടിന്, ആ ഒരു മനസ്സിന് തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിച്ചേ മതിയാവുകയുള്ളൂ. നമ്മൾ പോലും ആലോചിച്ച് നോക്കും, നമ്മൾ പോലും എത്രത്തോളം ശ്രമിക്കും മറ്റൊരാൾക്ക് ഒരു സഹായമാവാൻ, നമ്മുടെ ഒരു എഫേർട്ട്, നമ്മുടെ ഒരു പാഷൻ, നമ്മുടെ ഒരു സമയം മാറ്റിവെക്കുക എന്നുള്ളൊരു കാര്യത്തിന്. അപ്പോൾ 15 ദിവസത്തോളമാണ് അവിടെ മാറ്റിവെക്കുന്നത്. ആ പണമെല്ലാം ക്യാൻസർ രോഗികളിലേക്ക് എത്തുന്നു എന്നറിയുന്നു. അതിനോട് ചേർന്ന് മറ്റൊരു കാര്യം പറയുകയാണ്, ഇവിടെ രാജഗിരിയുടെ ചെക്കപ്പുകൾ നടക്കുകയാണ്. സിനിമാ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉള്ളതും ഏർലി ഡെത്തുകൾ സംഭവിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വർക്കിംഗ് അവേഴ്സ് ഉള്ളത് നമുക്കാണ്. ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ജോലി ചെയ്യുന്നു. പലപ്പോഴും അത്ര ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം കണ്ടിന്യൂസ് ആയി കഴിച്ചുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്നു. ഈ ഒരു സാധ്യത പല ജോലി സ്ഥലങ്ങളിലും ഇല്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നവർക്ക് നമ്മുടേതായ ഭക്ഷണം കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും മറ്റ് ടെക്നിക്കൽ സൈഡിലൊക്കെ നോക്കിയാൽ ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അധികം ഉള്ളതും. അതിൽ തന്നെ നമ്മുടെ സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ കുടുംബം, കുട്ടികൾ, മറ്റു ടെൻഷൻസ്, നമ്മുടെ ജോലികൾ, ഇതിനെല്ലാം ഇടയിൽ നമുക്ക് എളുപ്പത്തിൽ മാറ്റിവെക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, നമുക്ക് വേണ്ടിയുള്ള സമയം. അതിൽ നമ്മൾ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല അസുഖങ്ങളും ഏറ്റവും ആദ്യം തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നത്. അപ്പോൾ അത്തരം അവസ്ഥകൾ ഇനി ഉണ്ടാവാതെ ഇരിക്കട്ടെ. നമുക്ക് ഇന്ന് തന്നെ ടെസ്റ്റുകൾ ചെയ്ത് ഈ ഒരു വിമൻസ് ഡേയിൽ ഒരു പുതിയ തുടക്കമാവാം. ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് സന്തോഷകരമായിട്ടുള്ള എന്നും വിമൻസ് ഡേ ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു നിമിഷത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനിയായിട്ടുള്ള ഷീലാമ്മയ്ക്ക് നമ്മുടെ അമ്മ കുടുംബാംഗങ്ങളുടെ വക ഒരു എളിയ ആദരവാണ് ഇനി. അടുത്തതായി മീന ചേച്ചി നമ്മുടെ ഷീലാമ്മയ്ക്ക് ഒരു അമ്മയുടെ സ്നേഹോപഹാരം സമ്മാനിക്കുകയാണ്. അടുത്തതായി മീന ചേച്ചിക്ക് അമ്മയുടെ ഒരു സ്നേഹോപകാരം. അടുത്തതായി മീന ചേച്ചിക്കൊരു ഗിഫ്റ്റ് ഉണ്ട്.
അടുത്തതായി അനശ്വരയ്ക്ക് ഒരു സ്നേഹോപകാരം ഷീലാമ്മ കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മളുടെ മെമ്പർഷിപ്പിൻ്റെ പുതിയ ഒരു മെമ്പർ അംഗം നമ്മളുടെ അമ്മയിലേക്ക് ജോയിൻ്റ് ആയിട്ടുണ്ട്. വിവിയ വിശ്വനാഥ്. വിവിയ പ്ലീസ്, കാരണം അതിനൊരു മെമ്പർഷിപ്പ് കാർഡ് കൊടുക്കാം. വനിതാ ദിനത്തിൽ ഒരു പുതിയ മെമ്പർ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അത് നമ്മളുടെ ഷീലാമ്മയെ കൊണ്ട് തന്നെ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഷീലാമ്മയോട്. അടുത്തതായിട്ട് നമ്മുടെ ഓഫീസിൽ അമ്മയുടെ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാം ഏറ്റവും കൂടുതൽ ഒരേ ഒരു വനിതാ സ്റ്റാഫ് മാത്രമേ നമുക്കുള്ളൂ. ബാക്കി നമുക്ക് ഭക്ഷണം തരികയും ചായ തരികയും അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും വേണ്ടിയും ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഓടി നടക്കുന്ന നമ്മുടെ ജലജ ചേച്ചി ചെറിയൊരു ഗിഫ്റ്റ് മീന ചേച്ചിയും ഷീലാമ്മയും അനശ്വരയും കൂടെ ചേർന്നത് കൊടുത്താൽ വലിയ സന്തോഷമായിരിക്കും. ശരിക്കും നമുക്കെല്ലാം ഏത് സമയത്ത് പറഞ്ഞാലും ചായ വേണമെന്ന് പറഞ്ഞാൽ ചായ, കട്ടൻ കാപ്പി, കട്ടൻ ചായ, അത് പ്രത്യേകിച്ച് പനിക്കുറുക്കെ ഇട്ടൊക്കെയാണ് ചേച്ചി കാപ്പി തരാം. ചേച്ചി 2 വാക്ക് സംസാരിക്കണം. ചേച്ചി അല്ല, നമ്മൾ കട്ടൻ ചായ കട്ടൻ കാപ്പി എന്ന് പറയണ്ട കേട്ടോ. ഞങ്ങൾ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ, ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഒരു ധൈര്യമാണ് ചേച്ചി ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ഏക ലേഡി സ്റ്റാഫാണ്. അപ്പം എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടോ? ഈ വനിതാ ദിനത്തിൽ എനിക്കിങ്ങനെ ഒരു ആദരവ് തന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ വനിതാ ദിനത്തിൽ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ. അപ്പോൾ അടുത്തായിട്ട് ഷീലാമ്മയുടെ ഒരു പെയിൻറ്റിങ് നമ്മൾ വിഷ്വലിൽ കാണിക്കുകയാണ്. അടുത്തതായിട്ട് ഈ ഒരു ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷാജോൺ ചേട്ടനെ വിളിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വനിതാ ദിന ആശംസകൾ അറിയിക്കുന്നു. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനൊരു കാര്യത്തിൽ. സന്തോഷം തോന്നാനൊരു കാരണം ഷീലാമ്മ തന്നെ ആദ്യം പറഞ്ഞു, തമിഴിലും മറ്റ് ലാംഗ്വേജസിലൊക്കെ ഇതുപോലുള്ള സംഘടനകളുണ്ടെങ്കിലും ഇതുപോലുള്ളൊരു കാര്യം ആരും ചെയ്ത് കണ്ടിട്ടില്ല എന്നുള്ളത്. അതിൽ അമ്മയിലെ ഒരു മെമ്പർ, ഒരു അഡ്ഹോ കമ്മിറ്റി മെമ്പർ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. അതിന് എടുത്ത് നന്ദി പറയേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ നമ്മുടെ സംഘടനയെക്കുറിച്ച് അഡ്ഹോ കമ്മിറ്റിയാണ്, ഇവിടെ ചോദിക്കാൻ ആരുമില്ല എന്നൊക്കെ പലരും പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു അഡ്ഹോ കമ്മിറ്റി ആയതിനു ശേഷമാണ് ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അമ്മ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. അപ്പോൾ അതിന് പ്രധാന കാരണക്കാരായ ബാബു ചേട്ടനോടും അതുപോലെ തന്നെ ജയൻ ചേട്ടനോടും പിന്നെ ഇരിക്കുന്ന നമ്മുടെ 4 പുലിക്കുട്ടികൾ അവരോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എന്തുകൊണ്ടും ഷീലാമ്മയ്ക്കും മീന മാമിനും അതുപോലെ തന്നെ ഐശ്വര്യയ്ക്കും ഒപ്പം ഇവിടെ ഇരിക്കേണ്ടത് നിങ്ങൾ 4 പേരും അനശ്വരരാജൻ ഇവരോടൊപ്പം ഇവിടെ ഇരിക്കേണ്ടത് 4 പേര് തന്നെയാണ്. എന്ത് കാര്യങ്ങൾക്കും ഇവിടെ ഞങ്ങൾ പുരുഷ അംഗങ്ങൾ പലപ്പോഴും എത്താൻ പറ്റാറില്ല. അപ്പോഴൊക്കെ ബാബുചേട്ടനും ജയൻ ചേട്ടനും ഫുൾ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്ന ഇവർ 4 പേരുമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ തന്നെയാണ് ഇവിടെ ഇരിക്കേണ്ടവർ. അതിലൊരുപാട് സന്തോഷം തോന്നുന്നു. എല്ലാവർക്കും ഒരുപാട് ആശംസകളും നന്ദി അറിയിക്കുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ അമ്മയ്ക്ക് പറ്റട്ടെ. ഷീലാമ്മ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ബാബുചേട്ടൻ പറഞ്ഞ മറ്റേ കപ്പയും മീനും കേസിൽ ഞാനും ഉണ്ടായിരുന്നു. ഉത്സാഹ കമ്മിറ്റി എന്നുള്ള ആ സിനിമയുടെ ലൊക്കേഷനിൽ എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്ക് എന്തുകൊണ്ടും പറ്റുന്ന ആ പേരിടാൻ കാരണം ഷീലാമ്മ തന്നെയാണ്. കാരണം ഞങ്ങൾ ജയറാമേട്ടനും ബാബുചേട്ടനും ഞാനൊക്കെ ഒപ്പം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഉത്സാഹം
ഓരോ ദിവസവും ഷീലാമ്മയ്ക്ക് തന്നെയായിരുന്നു. അതേ ഉത്സാഹം തന്നെയാണ് ഇന്ന് ഷീലാമ്മയെ കണ്ടപ്പോഴും ഉണ്ടായത്. ഞാൻ വിചാരിച്ചു എന്നെ മറന്നിട്ടുണ്ടാവുന്നു. പുതിയ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു സിനിമ അഭിനയിച്ച് അടുത്ത സിനിമയെ കാണുമ്പോൾ ചിലപ്പം പരിചയഭാവം ഒന്നും കാണിക്കാറില്ല. പക്ഷേ ഇന്ന് ഞാൻ താടിയൊക്കെ ഉണ്ടായിട്ട് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ ചെന്നപ്പോൾ തന്നെ ഷാജുവിനെ കുറേ നാളായല്ലോ കണ്ടിട്ട് സുഖമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഷീലാമ്മ സംസാരിച്ച് ഒരുപാട് നന്ദി ഷീലാമ്മ. പിന്നെ മീനാ മാമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തിനിട്ട് അടിച്ചതിൻ്റെ വിഷമം എനിക്കിപ്പോഴും ഉണ്ട് ദൃശ്യത്തിൽ. അന്നൊന്ന് സോറി പറയാം. നിനക്ക് 2 കുറവുള്ളതാ. അപ്പോൾ മീനാ മാം വന്നതിൽ ഒരുപാട് സന്തോഷം. മാം ഇന്നൊരു ഭാഗമായതിന് ഒരുപാട് സന്തോഷം. പിന്നെ അനശ്വര രാജൻ, നമ്മുടെ പുതിയ യുവത്വത്തിൻ്റെ തുടിപ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഗംഭീര കഥാപാത്രങ്ങൾ ചെയ്ത് മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന അനശ്വര രാജൻ. ഒപ്പം നമ്മുടെ കുറേ മെമ്പേഴ്സ് ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. വന്നവർക്ക് ഒരുപാട് നന്ദി. പേടിച്ചിരിക്കുന്ന നീന കുറുപ്പിനെ പോലുള്ളവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അമ്മയ്ക്ക് പറ്റട്ടെ. ഒപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വനിതാ ദിനാശംസകൾ. താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് നമുക്ക് ഈ ഗിഫ്റ്റുകളൊക്കെ തന്നിട്ടുള്ള നമ്മുടെ എയർ ഹാൻഡ്ലൂംസിന് ഒരു ചെറിയ മൊമെൻറ്റോ നമ്മൾ കൊടുക്കുകയാണ്. ഷീലാമ്മ നമുക്ക് ഈ തന്നിട്ടുള്ള ഗിഫ്റ്റ് തന്നിട്ടുള്ള അവർക്കൊരു മൊമെൻറ്റം ഒന്ന് കൊടുക്കണമെന്ന്. താങ്ക് യു. അടുത്തായിട്ട് ആശംസ പറയാനായിട്ട് ഉണ്ണിച്ചേട്ടനെയും ക്ഷണിക്കുന്നു. ഒരു 2 വാക്കിൽ ആശംസ പറയാം. നമ്മുടെ ഈ ഉത്സവ പറമ്പിൽ ചണ്ടക്കോല് വീഴുമ്പോൾ ആൾക്കാർ ഓടി വരുന്ന പോലെയാണ്. അമ്മയ്ക്ക് എന്ത് കാര്യങ്ങളുണ്ടായി ഞാൻ ഓടി വരിക. ബാക്ക് സ്റ്റേജിൽ നിൽക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിൻ്റെ ഒരു എനർജിയും അതിൻ്റെ ഒരു ആഘോഷമൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. അതെപ്പോഴും അനുഭവിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഒരു പ്രത്യേക ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ആദ്യത്തെ അല്ല അമ്മ വനിതാ ദിനം ആഘോഷിക്കുന്നത്. ഇതിനു മുന്നേ നമ്മളൊരു വളരെ ഗംഭീരമായൊരു വനിതാഘോഷം ഉണ്ടായിട്ടുണ്ട്. വളരെ ഷോർട്ട് നോട്ടീസിൽ ഒരു ഹഡോ കമ്മിറ്റി മാത്രമാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷേ അല്ല, അമ്മയ്ക്ക് ഒരു ഊർജം പോയി എന്ന് തോന്നുമ്പോൾ ഊർജം തന്ന ഒരു കമ്മിറ്റിയാണ്. അതിൻ്റെ പിറകിൽ നിൽക്കുക എന്നുള്ളതിൽ ഒരു ഡബിൾ ഊർജ്ജമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലേ? അങ്ങനെയല്ലേ? ആണെങ്കിൽ നിങ്ങളൊന്ന് കൈയടിക്കുക. അതെ. അപ്പോൾ ഈ പ്രത്യേകിച്ചിട്ട് ഈ വനിതാ ദിനത്തിൽ ജെൻഡർ ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്നതിനപ്പുറം, ഇപ്പോൾ എൻ്റെ കുടുംബമൊക്കെ വെളിയിലാണെന്നറിയാലോ. സോ നമ്മൾ ഈ ജെൻഡറിന് സംസാരിക്കാറില്ല. ഇപ്പം വെളിയിൽ സ്ത്രീയെന്നോ പുരുഷനോ സംസാരിക്കാറില്ല. അങ്ങനെയാണ് ലോകം പോകുന്നത്. അത് നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ അമ്മ പെങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മാറ്റി ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുകയല്ല വേണ്ടത്. ജെൻഡർ ഇല്ലാതെ സംസാരിച്ച് മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള പ്രവൃത്തിയിലാണ് നമ്മളെല്ലാവരും. നമ്മുടെ അമ്മയിൽ നോക്കിക്കഴിഞ്ഞ കുറേ ഫങ്ഷനിൽ ഞാനതിൻ്റെ പിറകിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കാണാം, നമ്മളെക്കാട്ടിയും 10 മടങ്ങ് ഊർജ്ജമാണ് നമ്മുടെ സ്ത്രീകളായ മെമ്പേഴ്സ് എപ്പോഴും നടത്തുന്നത്. അപ്പോൾ ഏതായാലും സ്ത്രീകളുടെ ശക്തി അമ്മയിൽ ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് സ്ത്രീകളാണ്. ഇപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് മെമ്പറായതും ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് സ്ത്രീ ശക്തിയെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല മക്കളെ എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. സോ എല്ലാവർക്കും ഈ വനിതാ ദിനത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ബാബുരാജ് ജയൻ എന്ന് പറയുന്നത് 2 സഹോദരന്മാർ മാത്രമല്ല അമ്മയുടെ 2 പില്ലറായി മാറിയിരിക്കുകയാണ് എല്ലാം കൊണ്ടും. അപ്പോൾ അവരുടെ പിറകിൽ നമ്മൾ ഈ പ്രവൃത്തിയിൽ ബാക്കി എല്ലാവരും, നമ്മുടെ സ്ത്രീകൾ ഇപ്പോൾ അൻസിബ ആവട്ടെ, അനന്യ ആവട്ടെ, സരിയ ആവട്ടെ, അതുപോലെ ജോമോളാവട്ടെ. ജോമോളിനെ ഞാനാണ് കാറ് പഠിപ്പിച്ചതെന്നാണ് പുള്ളിക്കാരി പറയുക. അത് നിറമെന്ന സിനിമയിലാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ പിറകിൽ നിൽക്കുകയല്ല വേണ്ടത്. അവർ മുന്നിൽ പോകുമ്പോൾ നമ്മൾ കൂടെ പോകുക എന്നുള്ളൊരു ലോകത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറട്ടെ. ഏതായാലും ഷീലാമ്മയുടെ മുന്നിൽ വന്ന് 2 വാക്ക് പറയാനും, അതുപോലെ മീന ചേച്ചിയുടെയും, അതുപോലെ തന്നെ അനശ്വരി ഞാൻ നാട്ടുകാരിയാണ്, പുള്ളിക്കാർക്ക് അറിയുമെന്നറിയില്ല. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മോള് കുട്ടിയുടെ കൂടിയാണ് പഠിച്ചത്. അങ്ങനെ ഒരു കണക്ഷനൊക്കെ ഉണ്ട്. ഓക്കെ, എനിവേ മാറുന്ന ലോകത്തിനണക്കായിട്ട് നമുക്ക് കുതിച്ച് മുന്നോട്ട് പോകാം. അമ്മ എന്നും കൂടെ ഉണ്ടാവും. അമ്മയുടെ കൂടെ നമ്മളെല്ലാം ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഹാപ്പി വുമൻസ് ഡേ. ഇനി നമ്മുടെ ചടങ്ങിന് ഔപചാരികമായിട്ടൊരു നന്ദി അറിയിക്കണം. അതിന് നമ്മളുടെ കുക്കു ചേച്ചിനെ വിളിക്കുകയാണ്. വരൂ. അങ്ങനെയൊന്നുമില്ല, ധൈര്യമായി വരൂ, ധൈര്യമായിട്ട് വരാം. ഇവിടെ സാധാരണ എപ്പോഴും ഞാൻ ആ സൈഡിൽ, ടെക്നിക്കൽ സൈഡിൽ ഉണ്ടാവുള്ളൂ. ആദ്യമായിട്ടാണ് ഈ മൈക്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഒരു പുരുഷന് കൊടുക്കേണ്ടതാണ് എന്നുള്ളതിൽ എനിക്ക് ഡൗട്ടില്ല. തീർച്ചയായിട്ടും ഇതിൽ നന്ദി പറയേണ്ടത് പുരുഷന്മാർ തന്നെയാണ്, ഇത്രയും റോളുകൾ ചെയ്ത സ്ഥിതിക്ക്. അപ്പം അങ്ങനെ ഒരു പുരുഷൻ ഇല്ലാതെ വന്നോ നമുക്ക്? ആണോ? അങ്ങനെ വേണ്ട. ഈ ജെൻഡറിൽ ഇന്നത്തെ ദിവസം ഈ ജെൻഡർ ഇല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക്, എന്നിട്ട് നിങ്ങളല്ലേ സ്ത്രീകളെ വാഴ്ത്തിക്കൊണ്ടിരുന്നത് ജെൻഡർ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജെൻഡറോ അതൊന്നും അല്ല അടുത്ത ഇഷ്യൂ. നമുക്ക് ഒരു ദിവസം വേണ്ട ആഘോഷിക്കാൻ എന്ന് ഞാൻ എന്നും വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് എന്നും വിമൻസ് ഡേ ആണ്. സോ അങ്ങനെ ഒരു ദിവസം കണ്ടെത്തി അത് സെലിബ്രേറ്റ് ചെയ്യാൻ. പക്ഷേ ഷീലാമ്മ പറഞ്ഞതിനോട് യോജിക്കുന്നു, മറ്റെല്ലാ ദിവസവും പുരുഷന്മാരുടെ ആണെന്ന്
പുരുഷന്മാർ വിശ്വസിച്ചിരിക്കുകയാണ്. അവരങ്ങനെ ഒരുപാട് അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു പറ്റം ആളുകളാണ്. അവർ ജീവിച്ചുകൊണ്ടേയിരിക്കും. നമ്മളൊരു സൈഡിൽ കൂടി നമ്മുടേതായ വഴിയിൽ കൂടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾ കൈകൊട്ടിയത് കൊണ്ട് മാത്രം നമ്മുടെ കഴിവുകൾ തിരിച്ചറിയുകയോ കൂകിയത് കൊണ്ട് തിരിച്ചറിയാതിരിക്കുകയോ ചെയ്യുന്നില്ല. ചെയ്യേണ്ടതെല്ലാം ചെയ്തു തന്നെ മുന്നോട്ട് പോകും. നമ്മുടെ കഴിവിനെക്കുറിച്ച് പ്രത്യേകിച്ച് അമ്മയുടെ കാര്യമാണ് പറയണത്. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളെയാണല്ലോ ഇപ്പോൾ അഡ്രസ്സ് ചെയ്യണേ. ഓരോ സ്ത്രീയും അമ്മയിൽ എത്തുന്നത് വരെ അവർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇവിടെ എത്തിയത്. അവരുടെ കഴിവ് തിരിച്ചറിഞ്ഞത് കൊണ്ടും അവരുടെ സ്വത്വം തിരിച്ചറിഞ്ഞത് കൊണ്ടും മാത്രമാണ് അമ്മയിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ അവരാരും അമ്മയിലേക്ക് എത്തില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്ന ഈ സ്ട്രെങ്ത് ഉണ്ടല്ലോ, അവർക്ക് പറയാൻ ഈ കാലഘട്ടം ഞാൻ ആദ്യം മുതലേ ഒരു 18 ഇയേഴ്സ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ടീവിൽ ഇരുന്ന ആളാണ്. ഇവർക്ക് ശബ്ദിക്കാനുള്ള സമയം കിട്ടിയതും അല്ലെങ്കിൽ അവസരം കിട്ടിയതിലും ഏറ്റവും അധികം അഭിമാനിക്കുന്നത് ഞാനാണ്. ആ 18 വർഷം എൻ്റെ ശബ്ദം എങ്ങനെയൊക്കെ ഞാൻ കേൾപ്പിച്ചിരുന്നു, ആ കേൾപ്പിച്ച ശബ്ദം എങ്ങനെയൊക്കെ കേൾക്കാതെ ആക്കിയിരുന്നു എന്നും അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്. എൻ്റെ ശബ്ദം കേൾപ്പിക്കാൻ മടിയില്ലാത്ത ആളും അവിടെയൊക്കെ പക്ഷെ പല മിനിറ്റ്സിലും അഭിപ്രായങ്ങളില്ല എന്ന് തിരിച്ചറിഞ്ഞതും ഞാൻ തന്നെയാണ്. ആ തിരിച്ചറിഞ്ഞതിലാണ് കഴിഞ്ഞ ഇലക്ഷനിൽ എൻ്റെ പേര് ഇലക്ടോറൽ ബോക്സിൽ വന്നത്. ബിക്കോസ് നമ്മുടെ അഭിപ്രായം കേൾപ്പിക്കാതിരിക്കാൻ ആളുകളുണ്ടെങ്കിൽ അത് കേൾപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. സോ അതുപോലെ ഇവിടെ ഇപ്പം രാജഗിരിയിൽ വന്നേക്കുന്നത് ഇതൊരു അവസരമല്ല. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം. സോ അത് ആർക്കും വേണ്ടി കാത്തു നിൽക്കുന്നില്ല. നാളത്തേക്ക് മാറ്റിവെച്ചാൽ അസുഖങ്ങൾ നാളത്തേക്ക് മാറി നിൽക്കുന്നില്ല. സോ കിട്ടുന്ന അവസരങ്ങൾ അത് അമ്മയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒരിടത്തൊരു ഫ്രീ മെഡിക്കൽ ക്യാമ്പ് ഉണ്ടെന്നറിഞ്ഞാൽ നാണക്കേടൊന്നുമില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം നടന്മാർക്ക് ചമ്മലാണ്. നാട്ടുകാരുള്ളടുത്ത് പോകാൻ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും. നമ്മളങ്ങനെ വലിയൊരു സംഭവമാണെന്ന് വിചാരിക്കാതിരുന്നാൽ പോരെ. സാധാരണ മനുഷ്യരെ പോലുള്ള ആളുകളാണ് നമ്മളും. നമ്മൾ ചെയ്യുന്ന ജോലികളിൽ മാത്രം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യണതും ഞങ്ങളെ സിൽവർ സ്ക്രീനിൽ കാണുന്നതുകൊണ്ടും മാത്രമാണ് നമ്മളൊരു പടി മേലേന്ന് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളെല്ലാ ജോലിക്കാരെയും പോലെയുള്ള പ്രൊഫഷണൽസാണ്. അത് നമുക്ക് ബോധമുണ്ടെങ്കിൽ, അതിൽ അഭിമാനമുണ്ടെങ്കിൽ ജസ്റ്റ് വാക്ക് ഫോർവേഡ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട രാജഗിരിയുടെ നമുക്കവർ തന്ന വലിയൊരു മനസ്സും വലിയൊരു ഓഫറുമാണ്. അത് അറേഞ്ച് ചെയ്ത് തന്ന അഡ് ഹോക് കമ്മിറ്റിയെ താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. അത് എല്ലാവരും ഉപയോഗിക്കുക. എനിക്ക് ഷുഗറുണ്ടോ, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടോ, പ്രഷറുണ്ടോ എന്ന് നിങ്ങളല്ല ചിന്തിക്കേണ്ടത്. അത് നിങ്ങളുടെ ബ്ലഡും നിങ്ങളുടെ ടെസ്റ്റും പറയും. അതിനുള്ള അവസരം ആ ബ്ലഡിന് കൊടുക്കുക, അത് ഉപയോഗിക്കുക. ആൻഡ് ഷീലാമ്മ ഒരുപാട് ഹാപ്പി. ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അതല്ലാതെ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഐ എം പ്രൗഡ് അബൌട്ട് ദിസ് വുമൺ. ഇറ്റ്സ് എൻ എക്സ്ട്രോർഡിനറി വുമൺ ഹൂ ഹാസ് ഷോഡ് us എങ്ങനെയാണ് ഒരു നടി എവിടം വരെ എത്താം, എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വാലിറ്റി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. അഭിനയം ഒരു തൊഴിലാണ്, അതോടൊപ്പം നമ്മളൊരു വ്യക്തിയുമാണ്. നമുക്ക് പറയാനുള്ളത് പറയാനും ചെയ്യാനുള്ളത് ചെയ്യാനും അതിന് മടിക്കും വേണ്ട, അറയ്ക്കും വേണ്ട, ചമ്മും വേണ്ട എന്ന് പറയണത്. ലാംഗ്വേജ് മാത്രമേ പ്രശ്നം പറഞ്ഞുള്ളൂ, പക്ഷേ ഷീ ഓപ്പൺഡ് എ ഹാർട്ട്. താങ്ക് യു വെരി മച്ച്. മാത്രമല്ല ഇവിടെ ഇരിക്കുന്നവർക്കും അതൊരു പ്രചോദനമായിരിക്കും. മീന, നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല, ബട്ട് ഐ ഹവ് സീൻ യു all your work and I respect you and a fan of yours. Thank you very much for coming. Anashwara, same. We are looking forward. Anashwarayude growth nammada growth aanu, ammayude growth aanu, and very proud to say that a girl like you has come up. Ellathilum ubari nammada strength, nammada happiness and nammada proud and nammada beauties. So Ado committee itrayum നിങ്ങൾ ഭംഗിയായി ചെയ്തതിന് and above all thank you very much and congratulations to അൻസിബ. ഈ തിരക്കുകൾക്കിടയ്ക്കും ഇവിടെ ഇരിക്കുമ്പോഴും അതും ഒരു അവസരമാണ്. വൈൽ സിറ്റിംഗ് ഹിയർ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തിരിച്ചറിയുക, യൂസ് ചെയ്യുക. വാട്ട് എവർ വേ യു കെൻ യൂസ് ഇറ്റ് ആൻഡ് മേക്ക് ഷുവർ അത് മറ്റുള്ളവർക്ക്, നമുക്ക് ഒരുപാട് പേർക്ക് പ്രയോജനമാവണം. ആ പ്രയോജനം എല്ലാവർക്കും കാശ് കിട്ടി തന്നെ അഭിനയിക്കണം. ഫ്രീ അഭിനയമില്ല. അത് ഈക്വൽ പേയ്മെൻറ്റിന് ഒക്കുമെങ്കിൽ ഈക്വൽ പേയ്മെൻറ്റ്, അത് പെർ ഡേ എല്ലാവർക്കും ഈക്വൽ പേയ്മെൻറ്റ്. 2 ദിവസം അഭിനയിച്ചാൽ ആ 2 ദിവസത്തെ പേയ്മെൻറ്റ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം. അതിൽ
ഒരാൾക്ക് വലുത് അത് എത്ര രൂപ, ഞാനിപ്പോൾ 1 രൂപ എന്ന് ഞാൻ പറയുന്നത് എളുപ്പത്തിനാണ്, അപ്പോൾ അതിന് വലിയ വ്യത്യാസമില്ല. ആ 1 രൂപയാണ് എങ്കിൽ അമ്മയിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും, പ്രൊട്ടഗോണിസ്റ്റ് ആയാലും ആൻറ്റഗോണിസ്റ്റ് ആയാലും കോമഡി റോളായാലും എല്ലാം ആ 1 രൂപ എല്ലാവർക്കും കിട്ടണം. പക്ഷെ 2 ദിവസത്തെ റോൾ ഉണ്ടെങ്കിൽ 2 രൂപ കൊടുത്തിരിക്കണം, അത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും ജോലി അതാണ് ആവശ്യം. ബിക്കോസ് ബാക്കി എല്ലാം നമുക്ക് വാങ്ങാം, നമ്മുടെ അഭിമാനം നമ്മൾ ചെയ്യുന്ന ജോലിയിലൂടെ മാത്രമേ കിട്ടുള്ളൂ. സോ താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. വിനു നല്ല അവതാരകനായി മാറിക്കൊണ്ടിരിക്കുന്നു. ബാബുവിനും ആ ഒരു സാധനം ഏറ്റെടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് മൈക്കിലേക്ക് കയറി വരികയും അഭിപ്രായങ്ങൾ പറയും. ഇവരെ ഇവിടെ ഇരുത്തുന്നതായിരിക്കും അതിനൊരു ഭംഗിയുണ്ടാവുക. അതുപോലെ ജയൻ പിന്നെ പ്രസംഗം ഒരു ശീലമാക്കി എടുക്കണം. ഉണ്ണി ശീലമാക്കി എടുത്തോളൂ. ഷാജു, താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും. ആൻഡ് ഹാപ്പി വിമൻസ് ഡേ എന്നല്ല, ഹാപ്പി ഡേ ഫോർ എവറി ഡേ. താങ്ക് യു കുക്കു ചേച്ചി. പറഞ്ഞ പോലെ വി ആർ ആക്ച്വലി ഗ്രേറ്റ്ഫുൾ. നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഇന്ന് അമ്മ എന്ന് പറഞ്ഞ കൂട്ടായ്മയുടെ ഏറ്റവും മുൻപന്തിയിൽ സ്ത്രീ ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങൾ ഇപ്പോൾ ഈ നിരയിൽ നിൽക്കുന്ന സ്ത്രീകളുടെ കഴിവല്ല എന്നും മുൻപേ സഞ്ചരിച്ചവർ തെളിച്ച പാതയിലൂടെയാണ് ഞങ്ങൾ വരുന്നതെന്നും മുമ്പേ നടന്നവർ അനുഭവിച്ച യാത്രകളുടെ ഫലമാണ് ഞങ്ങൾക്കിന്ന് ഉറച്ച ശബ്ദത്തോടെ അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുന്നതും വ്യക്തമായ അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സോ വി ആർ ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. നിങ്ങൾ കാണിച്ചു തന്ന പാതയിലൂടെ ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുന്നേറാം, നമുക്കൊരു ശബ്ദമായിട്ട് മുമ്പോട്ട് തന്നെ നീങ്ങാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളൊരു പ്രൊജക്റ്റായിട്ട് അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. കുക്കു ചേച്ചിയുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സജഷൻസ് നമ്മൾ കേട്ടു. തീർച്ചയായിട്ടും അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നതായിരിക്കും. ആൻഡ് പേഴ്സണലി ഐ എം സോ പ്രൗഡ് ഓഫ് യു അൻസിബ. കാരണം അൻസി ഈ ഒരു എഫേർട്ടുമായിട്ട് മുമ്പോട്ട് വന്നത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ മെഡിസിൻസിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അൻസിബയാണ്. അതൊരു ചെറിയ കാര്യമല്ല. അത്രയും ആളുകളെ വിളിച്ച് സംസാരിച്ച് മെഡിസിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യുന്നത് അവളാണ്. അതിൻ്റെ ഇടയിൽ അവൾ എഴുതാൻ സമയം കണ്ടെത്തുന്നു. അവളുടെ ഏറ്റവും വലിയ പാഷനായിട്ടുള്ള ഡയറക്ഷനിലേക്ക് കടക്കുന്നു. അതെല്ലാം കാണാൻ സാധിക്കുന്നതിൽ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട്. കീപ് ഗോയിങ്. നമ്മളൊരു വലിയ കുടുംബം കൂടെ തന്നെയുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇനോഗ്രൽ ഫംഗ്ഷൻ ഔപചാരികമായിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ നമ്മുടെ കോമ്പറ്റീഷൻസിലേക്ക് കിടക്കും. ആൻഡ് ഈവനിങ് നമ്മുടെ ക്ലോസിംഗ് സെറിമണി പ്ലസ് നമ്മുടെ പെർഫോമൻസുകൾ, കൾച്ചർ പ്രോഗ്രാംസ്, നമ്മുടേതായിട്ടുള്ളൊരു സമയത്തിലേക്ക് നമ്മൾ വീണ്ടും കിടക്കും. താങ്ക് യു സോ മച്ച് എല്ലാവരും എത്തിച്ചേർന്നതിൽ. ഏറ്റവും ബഹുമാനത്തോടെ ഷീലാമ്മ, മീനശേച്ചി, പ്രിയപ്പെട്ട അനശ്വര, താങ്ക് യു സോ മച്ച്. അമ്മ കുടുംബത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ വനിതാ ദിനം ആഘോഷിക്കാനായിട്ട് എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വിഷിംഗ് യു ഹാപ്പി വിമൻസ് ഡേ. എന്നും സന്തോഷം നിറഞ്ഞു വെക്കട്ടെ ജീവിതങ്ങളിൽ, എന്നും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിമൻസ് ഡേ. യെസ്, നമുക്ക് അതിന് മുൻപായിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ജോയിൻ ചെയ്യാം. ഫോട്ടോ എന്ന് പറയുന്നത് എന്നും ഓർമ്മകളിലേക്ക് എടുത്താൻ പറ്റുന്ന ഏറ്റവും നല്ല മെമ്മറിയാണ്. നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ഇന്നത്തെ 2025 അമ്മ വിമൻസ് ഡേ സെലിബ്രേഷൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോയിലേക്ക് കടക്കാം. താങ്ക് യു.